ആകാശവാണി. ഭിന്നശേഷി വിഭാഗക്കാർ നേരിടുന്ന നീതിനിഷേധങ്ങളും പ്രയാസങ്ങളും പരിഹരിക്കുന്ന നടപടിക്രമങ്ങളും. ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് ജനറൽ സെക്രട്ടറി അബ്ദുൽ ഹക്കീം KM മറുപടി നൽകിയ ഹലോ ആകാശവാണി ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനം ഇപ്പോൾ കേൾക്കാം. അതിഥിയോട് സംസാരിച്ചത് MK ദിലീപ്. പ്രിയ ശ്രോതാക്കളെ, ഹലോ ആകാശവാണിയിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. നമ്മുടെ സമൂഹത്തിൻ്റെ നമ്മൾ പലപ്പോഴും തീർച്ചയായും നമ്മൾ ഉൾക്കൊള്ളേണ്ട, ഇൻക്ലൂസീവായി നമ്മൾ കണക്കാക്കേണ്ട ഒരു വിഭാഗമാണ് ഭിന്നശേഷിയുള്ളവർ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ദിവ്യാംഗർ എന്നുള്ള പദമൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ക്ഷേമത്തിനായിട്ട് നിരവധി പദ്ധതികൾ, നിയമങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നിലവിലുണ്ടെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ഈ വിഭാഗക്കാർ നേരിടുന്ന നീതി നിഷേധങ്ങളെക്കുറിച്ച് നിരവധി വാർത്തകളാണ് മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. ഈ ഒരു പ്രശ്നത്തെ അതിൻ്റേതായ ഗൗരവത്തോടു കൂടി എങ്ങനെ സമീപിക്കണമെന്നും അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാനുള്ള നടപടിക്രമങ്ങളെക്കുറിച്ചും നമ്മളോട് വിശദീകരിക്കാനായിട്ട് നമ്മളോടൊപ്പം എത്തിയിട്ടുള്ളത് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ KM അബ്ദുൽ ഹക്കീമാണ്. സർ, ഈ പരിപാടിയിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. നമ്മൾ ഈ പറഞ്ഞ വിഷയം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു നീതി നിഷേധം, ഒരു നിയമം ഉണ്ടാകുന്നു, പക്ഷേ അതിൻ്റെ ഒരു പ്രായോഗിക തലത്തിൽ ഒരു നീതി നിഷേധം ഉണ്ടാകുന്നു. ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. അതായത് 1995 ഭിന്നശേഷി സംരക്ഷണ നിയമം, അതുപോലെ 2016 ഭിന്നശേഷി അവകാശ നിയമം, ഇങ്ങനെ 2 നിയമങ്ങളാണ് ഭാരതത്തിൽ ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കി അംഗീകരിച്ചിട്ടുള്ളത്. ആദ്യ നിയമം ഭിന്നശേഷി സംരക്ഷണമായിരുന്നു. അത് വെൽഫെയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള നിയമമായിരുന്നു. അതിനെ ഒന്നുകൂടി പരിഷ്കരിച്ചാണ് തുടർന്ന് അതൊരു അവകാശ നിയമമാക്കി മാറ്റുകയും അതോടെ ഉണ്ടായിരുന്ന ഭിന്നശേഷി സംരക്ഷണ നിയമം ഇല്ലാതാവുകയും ചെയ്തു. ഇപ്പോൾ നമ്മുടെ കാര്യങ്ങളെല്ലാം നിർവഹിക്കുന്നത് ഭിന്നശേഷി അവകാശ നിയമം 2016 അടിസ്ഥാനത്തിലാണ്. ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള അവസര സമത്വം, അതുപോലെ തുല്യ പങ്കാളിത്തം, അവകാശ സംരക്ഷണം, ഈ കാര്യങ്ങൾ നിർവഹിക്കുന്നത്. ഈക്വൽ ഓപ്പർച്യൂണിറ്റി അവർക്ക് നിർവഹിക്കേണ്ടതുണ്ട്. അപ്പോൾ സമൂഹത്തിൽ ഏറ്റവും പരിഗണന അർഹിക്കുന്ന ഈ ഭിന്നശേഷി സമൂഹത്തിൽ ഉൾച്ചേർക്കുന്നതിലൂടെ മാത്രമേ ഏതൊരു രാജ്യത്തിൻ്റെയും പുരോഗതി യാഥാർത്ഥ്യമാവുകയുള്ളൂ. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് വ്യത്യസ്തമായിട്ടുള്ള സാമൂഹ്യ ക്രമങ്ങളുണ്ട്, സാമൂഹ്യ ചുറ്റുപാടിൽ ജീവിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ കൈപ്പിടിച്ച് ഉയർത്തുന്നതിന് വേണ്ടി സംവരണവും ആനുകൂല്യവും നൽകി അവർ ഉയർത്തുന്നു. അതുപോലെ തന്നെയാണ് ഭിന്നശേഷി സമൂഹത്തിനും അത്തരത്തിലുള്ള സംരക്ഷണവും അവകാശ പരിരക്ഷയും നൽകുന്നതോട് മാത്രമേ ഒരു രാജ്യത്തിനെ ഇൻക്ലൂസീവ് സൊസൈറ്റിയാക്കി കാണുകയും ഏതൊരു രാജ്യത്തിൻ്റെയും പുരോഗതിക്ക് ആ രാജ്യത്തെ സമൂഹത്തിൻ്റെ പുരോഗതിയാണ്, സമൂഹത്തിൻ്റെ ശാക്തീകരണമാണ് ആവശ്യം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഭിന്നശേഷി സമൂഹത്തിൻ്റെ ശാക്തീകരണം അനിവാര്യമാണ്. അപ്പോൾ ഇത് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് ഇപ്പോൾ ഒടുവിലായി വന്നിട്ടുള്ള ഭിന്നശേഷി അവകാശ നിയമം 2016. ഇത് ആക്റ്റായി വന്നിട്ടുള്ളത് 2017. ആക്റ്റായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ റൂളിനെ ആക്റ്റാക്കി മാറ്റി അത് 2017. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യത്തെ 3 സെക്ഷൻ, അതായത് 3, 4, 5 സെക്ഷനുകൾ പറയുന്നത് ഇവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ പരിരക്ഷയും കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും, അതുപോലെ ജില്ലാ ഭരണകൂടവും, അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും, അതുപോലെ സർക്കാർ ധനം സ്വീകരിക്കുന്ന സ്ഥാപനങ്ങൾ, എയ്ഡഡ് സ്കൂളുകൾ ഉൾപ്പെടെയുള്ളവർ പ്രദാനം ചെയ്യണം എന്നാണ് ഈ 3 സെക്ഷനുകളിലും ഉറപ്പുവരുത്താൻ വേണ്ടി അനുശാസിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ എങ്ങനെയാണ് അത് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിന് കുറേ ഗൈഡ് ലൈൻസ് അവർ നൽകിയിട്ടുണ്ട്. നമ്മളിതിനെ ഒരു വിവിധ മേഖലകളായിട്ട് തിരിച്ചുകൊണ്ട് നമ്മൾ പരിഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ വീടുകളുടെ 4 ചുവരുകൾക്കകത്ത് നമ്മളെല്ലാവരും സുരക്ഷിതരാണ്. ഇത്തരത്തിൽ എംപവർ ചെയ്യപ്പെടേണ്ട എല്ലാ സമൂഹവും പുറത്തേക്കുള്ള പൊതുവായ ഇടങ്ങളിലേക്കുള്ള ഒരു ആക്സസ്, അവിടെ നമ്മൾ തുടങ്ങിയാൽ ഇപ്പോൾ ആക്സസിബിൾ ഇന്ത്യ ക്യാമ്പയിനുണ്ട്, സുഗമ്യ ഭാരത് അഭിയാൻ എന്നൊക്കെയുള്ള പദ്ധതികൾ നമ്മുടെ പൊതു ഇടങ്ങളിൽ, പ്രധാനമായിട്ട് പൊതുസ്ഥാപനങ്ങളിൽ, സർക്കാർ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ നമ്മൾ നിരന്തരം പറയുന്നതാണ് റാമ്പുകളുടെ അഭാവം. അതുപോലെ ഭിന്നശേഷി സൗഹൃദമായ, നമുക്ക് ആ വിഷയത്തിലേക്ക് വരാം. അതിനു മുമ്പ് ഒരു ശ്രോതാവ് ചേരുന്നു. നമസ്കാരം, ഹലോ ആകാശവാണിയിലേക്ക് സ്വാഗതം.
നമസ്കാരം. പേര് പറഞ്ഞോളൂ. എൻ്റെ പേര് ഹനീഫ എന്ന് പറയും. ഹനീഫ, താങ്കൾ എവിടെ നിന്നാണ് വിളിക്കുന്നത്? അല്ലാതെ ഓക്കെ, ചോദിച്ചോളൂ. ഞാൻ 100% കാഴ്ചയില്ലാത്ത ഒരാളാണ്. ഓക്കെ, അത് 65 വയസ്സുള്ളതുണ്ട്. പറഞ്ഞോളൂ. പിന്നെ നമുക്ക് ഈ മാസാമാസം പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന പെൻഷൻ അത് വല്ലപ്പോഴും ഒരിക്കലൊക്കെ ആൾക്കാർ കിട്ടുന്നത്. ഞാൻ ഡയബറ്റീസ് അസുഖങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉള്ള ആളാണ്. ഇപ്പം പെൻഷൻ കിട്ടിയിട്ട് എത്ര മാസമായി? പെൻഷൻ കിട്ടിയിട്ട് എത്ര മാസമായി അവസാനം? ഇപ്പൊ ഈയിടെ കൊണ്ട് 2 മാസം കൊണ്ട് അടുപ്പിച്ച് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി എന്താ പ്രശ്നം? പിന്നെന്താണോ ഇപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നം എന്താണ്? ഞാൻ ചെറിയ തൊഴിലൊക്കെ ആയിട്ട് ഇരിക്കുന്ന ആളെ ഒരുപാട് കടം കൊണ്ട് വല്ലാതെ വളർന്നിരിക്കുകയാണ്. അപ്പോൾ എന്താണ് നിങ്ങളുടെ ആവശ്യം? പറഞ്ഞോളൂ. പലവട്ടം ജീവിതം അവസാനിപ്പിക്കാൻ വഴിയെന്നുള്ള സാഹചര്യത്തിലായിട്ടുണ്ട്. അപ്പോൾ ഇത് സംബന്ധിച്ച് പിന്നെ നമുക്കിപ്പോൾ എന്താണ് വേണ്ടത്? ഇപ്പോൾ ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണോ അതോ മറ്റു ഏതെങ്കിലും രീതിയിലുള്ള ഇതാണോ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഈ സാമ്പത്തിക ബാധ്യതകളും ഒഴിവായി കിട്ടാൻ എന്തെങ്കിലും മാർഗം ഉണ്ടെന്നറിയാം. ഈ സാമ്പത്തിക ബാധ്യതകൾ എന്ന് പറയുമ്പോൾ നമ്മൾ പല രീതിയിലുള്ള ബാധ്യതകളുണ്ടാകും. ഇപ്പോൾ രോഗം കൊണ്ടുണ്ടാകുന്ന, അപ്പോൾ ചികിത്സാ സഹായത്തിന് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ്. ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ കീഴിലുള്ള വിവിധ പദ്ധതികളുണ്ട്. ഈ പദ്ധതികളിൽ ഗുണഭോക്താക്കളാകുന്നതിന് വേണ്ടി ഭിന്നശേഷിക്കാരുടെ സഹായങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പോൾ ഭിന്നശേഷിക്കാർക്ക് സഹായം കിട്ടാൻ വേണ്ടിയുള്ള കാര്യങ്ങളിൽ നമ്മുടെ ബുദ്ധിമുട്ട് അവിടെ അവതരിപ്പിക്കേണ്ടതുണ്ട്. അത് സ്പെഷ്യൽ ഗ്രാമസഭ. ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. എല്ലാ വർഷവും ഭിന്നശേഷിക്കാരുടെ ഇതൊന്നും പറഞ്ഞ് ഇത് വിളിച്ചു കൂട്ടുന്നുണ്ട്. സ്പെഷ്യൽ ഗ്രാമസഭ അല്ലേ? ഓക്കെ, ഗ്രാമസഭ വിളിച്ചു കൂട്ടുന്നുണ്ട്. ഗ്രാമസഭയ്ക്കകത്ത് എന്തെങ്കിലും പറഞ്ഞ് ഒരു ഇതില്ലാതെ, മാന്നാർ പഞ്ചായത്താണ്, എന്തെങ്കിലും പറഞ്ഞങ്ങ് പോകുന്നുള്ള അല്ലാതെ പിന്നെ അതിനെക്കുറിച്ച് യാതൊരു നടപടിയും അല്ല. നമ്മൾ ചെയ്യേണ്ടതേ, പഞ്ചായത്തിന്റെ പ്രസിഡന്റിനോട് നമ്മളൊരു കാര്യം ചെയ്യേണ്ടത്, അവര് പറഞ്ഞത് അതിൽ ഫർദറായിട്ട് ചെയ്യേണ്ടത് എന്താണെന്നുള്ളത് സാറ് പറയും. അപ്പോൾ അതിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ അവിടെ പറയുന്നതോടൊപ്പം തന്നെ നമ്മുടെ വിഷയം എന്താണെന്നുള്ളത് പഞ്ചായത്ത് പ്രസിഡൻറ്റിനല്ല കൊടുക്കേണ്ടത്, പഞ്ചായത്ത് സെക്രട്ടറിക്ക് കൊടുക്കുകയും അതിൻ്റെ പകർപ്പ് നമ്മുടെ പിന്നെ വാർഡ് മെമ്പറിന് കൊടുക്കുക. അത് നമ്മൾ പ്രത്യേകമായി എന്താണ് നിങ്ങൾക്ക് വേണ്ട സഹായം എന്നുള്ളത്, ഒന്നുകിൽ സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനുള്ള സഹായമായിരിക്കാം, അല്ലെങ്കിൽ ചികിത്സാധാര സഹായമായിരിക്കാം, അല്ലെങ്കിൽ വീടുമായി ബന്ധപ്പെട്ട മെയിൻ്റനൻസ് സഹായം, അത് എന്താണെന്ന് സ്പെസിഫൈ ചെയ്തുകൊണ്ട് പ്രത്യേകം രേഖപ്പെടുത്തിക്കൊണ്ട് പഞ്ചായത്ത് സെക്രട്ടറിക്ക് അപേക്ഷ നൽകുകയും അതിൻ്റെ പകർപ്പ് നിങ്ങളുടെ സ്ഥലം വാർഡ് കൗൺസിലിനും കൊടുക്കുക. എന്നിട്ടും അത് പരിഹരിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് അടുത്ത അതോറിറ്റി എന്നുള്ളത് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻറ്റിനും നേരിട്ട് കൊടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് പരിഹരിച്ചിട്ടില്ലെങ്കിൽ മാത്രം നമുക്ക് ഭിന്നശേഷി കമ്മീഷണർക്കും ഈ കാര്യങ്ങൾ പിന്നെ നിങ്ങൾ ധരിപ്പിക്കാവുന്നതാണ് കേട്ടോ. എന്തായാലും വളരെ നന്ദി ഹലോ ആകാശവാണിയിലേക്ക് വിളിച്ചതിന്. അപ്പോൾ താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ചു ഈ പ്രത്യേക ഗ്രാമസഭ എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഭിന്നശേഷിയുള്ള എല്ലാ വിഭാഗം ആൾക്കാരുടെയും പ്രശ്നങ്ങൾ, അതിനെക്കുറിച്ച്. അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ഒരു നിശ്ചിത തുക ഭിന്നശേഷിക്കാർക്ക് വേണ്ടി നീക്കി വച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തരം സഹായങ്ങൾ എങ്ങനെ എത്തിക്കാനുള്ള ഒരു നടപടിക്രമമായിട്ടാണ് ഈ സ്പെഷ്യൽ ഗ്രാമസഭ വിളിച്ചു ചേർത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ആമുഖത്തിൽ പറഞ്ഞതുപോലെ ഈ നിയമവും പ്രായോഗികതയും ഇവിടെ വലിയൊരു വിഷയം തന്നെയാണ്. അപ്പോൾ ഇവിടെ ഗ്രാമസഭ വിളിച്ചു കൂട്ടുന്നു, പരാതികൾ പറയുന്നു, പിന്നെ ഇതിൻ്റെ തുടർ നടപടിയിലാണ് ഇവിടെ വിഷയം വരുന്നത്. അപ്പോൾ ഈ ബന്ധപ്പെട്ടൊരു പ്രശ്നമാണ് ഈ ശ്രോതാവ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നമ്മൾ മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്ന റാമ്പ്, ഭിന്നശേഷി സൗഹൃദമായ വാഷ്റൂമുകൾ, ടോയ്ലറ്റുകൾ, അത്തരം സൗകര്യങ്ങളെല്ലാ പൊതു ഇടങ്ങളിലും ഉണ്ടാകേണ്ടതിനെ കുറിച്ച്. തീർച്ചയായിട്ടും അത് ആക്റ്റിൽ തന്നെ പറയുന്നുണ്ടല്ലോ. അതായത് ബാരിയർ ഫ്രീ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത് പിന്നെ ഈ ആക്റ്റിൽ തന്നെ പ്രതിപാദിച്ചിട്ടുള്ളതാണ്. തടസ്സരഹിതമായി സഞ്ചരിക്കുന്നുള്ള സാഹചര്യം ഭിന്നശേഷിക്കാർക്ക് പ്രദാനം ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അതനുസരിച്ച് റാമ്പുകൾ അനിവാര്യമാണ്. ഇപ്പോൾ അസ്ഥി സംബന്ധമായി ഭിന്നശേഷിത്വമുള്ളവരും അതുപോലെ പൂർണ്ണമായി കാഴ്ച ഭിന്നശേഷിത്വമുള്ളവരൊക്കെ അവർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടുകളാണ് അനുഭവിക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ സ്വതന്ത്രമായി സഞ്ചരിക്കുന്നതിന് വേണ്ടി
റാമ്പ് എല്ലാ ഇടങ്ങളിലും നിഷ്കർഷിച്ചിട്ടുണ്ട്. ഇനിയുള്ള ഈ പ്ലാനിങ് ഗവൺമെൻറ് തലത്തിലുള്ള കൺസ്ട്രക്ഷനിലെ പ്ലാനിങ്ങിൽ ഈ റാമ്പില്ലാതെ അംഗീകരിക്കാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഗവൺമെൻറ് തലത്തിൽ തന്നെ. പക്ഷേ ഇതൊക്കെ ഇപ്പോഴും ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് പ്രാവർത്തികമാക്കുന്നതിനുള്ള ഒരു ടാസ്ക് ഫോഴ്സ് ഇവിടെ കുറച്ചുകൂടെ ശക്തമാകേണ്ടതുണ്ട് എന്നുള്ളത് എൻ്റെ ഒരു വിലയിരുത്തൽ. അതുപോലെ വാഷ്റൂമുകൾ, ടോയ്ലറ്റ് അഡോപ്റ്റഡ് ഇപ്പോൾ ഈ സ്കൂൾ തലത്തിൽ കുറേയൊക്കെ നടക്കുന്നുണ്ട്. അതായത് ഭിന്നശേഷി ടോയ്ലറ്റ്, സൗഹൃദ ടോയ്ലറ്റ് ഇപ്പോൾ SSK ഫണ്ട് ഉപയോഗിച്ച് ചെയ്യാൻ പ്രത്യേകം ഫണ്ട് അതിന് അനുവദിച്ചിട്ടുണ്ട്. സാധാരണ വാഷ്റൂമല്ല, ടോയ്ലറ്റിൻ്റെ കണക്കല്ല അതിനുള്ളത്, അതിനേക്കാളും കൂടുതൽ ഫണ്ട് അതിന് വകയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ പല സ്കൂളുകളിലും അങ്ങനെയുള്ള ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഉണ്ട്. പക്ഷേ വേറൊരു വിഷയം എന്ന് പറഞ്ഞാൽ എല്ലാം ഉണ്ടാക്കി വിടും, പക്ഷേ അത് മെയിൻറ്റെയിൻ ചെയ്യാത്തത് കൊണ്ട് ഒരുപക്ഷെ ഭിന്നശേഷിക്കാർക്ക് അത് ഗുണത്തേക്കാൾ ഏറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ ഏതെങ്കിലും പാർട്സ് എങ്ങനെയെങ്കിലും ഉപയോഗിക്കാത്തത് കൊണ്ട് റിപ്പയർ, അതല്ലെങ്കിൽ ഏതെങ്കിലും പിള്ളേരൊക്കെ അത് പിടിച്ച് അങ്ങോട്ടൊക്കെ തിരിച്ച് അതൊന്നും വെരിഫൈ ചെയ്യുന്നില്ല എന്നുള്ളൊരു വസ്തുതയും ഇവിടെ ഉണ്ട്. നിർമ്മിച്ചാൽ പോരാ മാത്രമല്ല ഫംഗ്ഷൻ ചെയ്യാൻ ഉറപ്പുവരുത്തേണ്ടത് ബന്ധപ്പെട്ട അധികാരികളുടെ ചുമതലയാണ്. ഒരു ശ്രോതാവ് ചേരുന്നു. നമസ്കാരം, ആകാശവാണിയിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ. സാറേ, ഞാൻ വിജിത്ത് പത്തീരിന്ന് വിളിക്കുകയാണ്, ആലപ്പുഴ ജില്ല. ആലപ്പുഴയിൽ നിന്നാണ്. പേരെന്തായിരുന്നു പറഞ്ഞത്? വിജിത്ത്. വിജിത്ത് ചോദിച്ചോളൂ. സാറേ നമസ്കാരം. നമസ്കാരം, പറഞ്ഞോളൂ വിജിത്ത്. ഞാൻ 25% കാര്യത്വപരിമിതി നേടുന്ന ഒരു വ്യക്തിയാണ്. 25%. അപ്പം ഒരു വർഷത്തിന് മുമ്പ് ഞങ്ങളുടെ നടവരി, ഞാൻ അടങ്ങുന്ന 2 കുടുംബങ്ങളുടെ നടവരി പഞ്ചായത്ത് വെട്ടിമുറിച്ചു. അടുത്ത പ്രദേശവാസിയുടെ വെള്ളം ഒരുക്കി വിടുന്നതിന് വേണ്ടി. ഒരു വർഷമായിരുന്നു സാറേ, ഇതിന് നടപടി ഒന്നുമില്ല. ഇപ്പൊ ഒരു വർഷമായി പഞ്ചായത്ത് കയറി ഇറങ്ങുമ്പോൾ അവർ ഇന്ന് ചെയ്യാൻ നാളെ ചെയ്യാമെന്നാണ് സാറേ പറയുന്നത്. കളക്ടർ ഓർഡർ ഉണ്ട്, എതിർക്കാൻ പറ്റത്തില്ല, എതിർക്കാൻ അറസ്റ്റ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞാണ് അവർ വെട്ടിമുറിച്ചത്. അപ്പൊ ഇതിനെന്താണ് സാർ ഒരു പരിഹാരം? അതായത് ഓക്കെ മനസ്സിലായി. അപ്പോൾ വിജിത്തിൻ്റെ വിഷയം 75%ആണോ? 75. 75 അല്ലേ? ഓക്കെ. അപ്പോൾ വിജിത്ത് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. ഇത് ആക്റ്റിൽ വളരെ വ്യക്തമായി സെക്ഷൻ 678 പറയുന്നുണ്ട്. ഭിന്നശേഷിക്കാർക്കെതിരെയുള്ള അതിക്രമങ്ങൾ, ചൂഷണങ്ങൾ, തടസ്സങ്ങൾ ഇതെല്ലാം നീക്കം ചെയ്യുന്നതിന് വേണ്ടി ആവശ്യമായ ആക്ഷൻ എടുക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ബാധ്യസ്ഥരാണ്. അപ്പോൾ അവർ ആക്ഷൻ എടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ജില്ല ഒരു കാര്യം കൂടെ പറയാം. പഞ്ചായത്ത് സെക്രട്ടറി, പഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങിയവരെല്ലാം ചേർന്ന് നിന്നാണ് സാറേ വിട്ടുമുറിച്ചത്. അപ്പോൾ ഒരു കാര്യം ചെയ്യേണ്ടത് നിയമപരമായിട്ടാണ് നടപടി സ്വീകരിക്കേണ്ടത്. ജില്ലാ മജിസ്ട്രേറ്റിന് പരാതി കൊടുക്കണം, പോലീസ് സ്റ്റേഷനിൽ അതിൻ്റെ ഒരു പരാതി കൊടുക്കണം. എന്നിട്ടും പരിഹരിച്ചിട്ടില്ല. അതായത് ഡിസബിലിറ്റി കമ്മീഷൻ്റെ അടുത്ത ഉദ്യോഗസ്ഥരാണ് അവിടുത്തെ മജിസ്ട്രേറ്റ്. അതുപോലെ തന്നെ ജില്ലാ കലക്ടർക്ക് പരാതി കൊടുക്കണം, പോലീസ് സ്റ്റേഷനിലും കൊടുക്കേണ്ടതാണ്. ഈ ആക്റ്റിൻ്റെ ക്ലോസ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള സെക്ഷൻ 678 ഈ സെക്ഷൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ അവർക്ക് പരാതി കൊടുക്കണം. അതോടൊപ്പം തന്നെ ഭിന്നശേഷി കമ്മീഷണർക്കും ഇത് പരിഹാരം കണ്ടില്ലെങ്കിൽ മാത്രം ഇതിൻ്റെ കോപ്പി വച്ച് നമ്മൾ പരാതി കൊടുത്ത് നിയമപരമായിട്ടുള്ള ഇടപെടൽ നടത്തേണ്ടതാണ്. ഓക്കെ, വളരെ നന്ദി ആകാശവാണിയിലേക്ക് വിളിച്ചതിന്. നമ്മൾ 2 തരത്തിലുള്ള പ്രശ്നങ്ങളാണ് 2 ഭാഗത്തു നിന്നും കേട്ടിട്ടുള്ളത്. ഇത് രണ്ടും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നടപടികൾ അല്ലെങ്കിൽ അവരുടെ ഉത്തരവാദിത്തമില്ലായ്മ എന്നുള്ള തലത്തിലേക്കുള്ള ഇതാണ്. അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ പരാതി കൊടുക്കണമെന്ന് പറയുമ്പോൾ ശരിക്കും ഒരു വ്യക്തിക്ക് ഒരു പരാതി ഡ്രാഫ്റ്റ് ചെയ്യുക, അത് കൃത്യമായി അത് ബന്ധപ്പെട്ട ഇടങ്ങളിലേക്ക്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളിൽ അവർക്ക് എന്തെങ്കിലും ഒരു അസിസ്റ്റൻസ് നമുക്ക് പുറത്തുനിന്ന് കൊടുക്കേണ്ടി വരില്ലേ? തീർച്ചയായും. അതിനുള്ള എന്തെങ്കിലും സംവിധാനങ്ങൾ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഞാനിപ്പോൾ കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിൽ ഇത്തരത്തിലുള്ള നിരവധി കേസുകൾ വ്യക്തിപരമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഞങ്ങളുടെ ജില്ലാ സംവിധാനം, താലൂക്ക് സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ സഹായത്തോടു കൂടി തന്നെ അവിടുത്തെ സ്റ്റാഫ് അല്ലെങ്കിൽ മാറ്റർ പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള വ്യക്തികളൊക്കെ അത് മാറ്റർ പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ട് ഒപ്പിടിച്ചിട്ട് അത് നമ്മുടെ ജില്ലാ താലൂക്ക് സംവിധാനം ഉപയോഗിച്ച് ചെയ്യും. സ്റ്റേറ്റ് ലെവലുള്ള കാര്യങ്ങളും അത് നേരിട്ട് തന്നെ ഓരോ വ്യക്തികൾ ബന്ധപ്പെടാറുണ്ട്. ഉദാഹരണമായിട്ട് ഈ ഭിന്നശേഷി പെൻഷനിൽ ഇപ്പോൾ ഒരു വലിയൊരു ക്രൈസിസ് വന്നിട്ടുള്ളത് ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ 300 രൂപ പലർക്കും തക്ക സമയത്ത് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ പ്രശ്നം പലരും എന്നെ നേരിട്ട് വിളിക്കുകയും ഞാൻ ബന്ധപ്പെട്ട ഡയറക്ടറേറ്റിൽ, അതായത് പഞ്ചായത്ത്
ഡിസ്ട്രിക്റ്റ് ഇവിടെയാണ് നന്ദാവനബാദ്. അപ്പോൾ ആ ഉദ്യോഗസ്ഥയായിട്ട് ബന്ധപ്പെട്ടപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഇതിൻ്റെ പ്രോസസ്സിങ്ങിൽ ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് ശരിക്ക് ബെനിഫിഷ്യറീസിന് നേരിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ പ്രോസസ്സിലുള്ള ഒരു പുഷിങ്ങിൻ്റെ സാങ്കേതിക പ്രശ്നമാണ്. അപ്പോൾ ആ വ്യക്തിയുടെ കാര്യം അവിടെ സ്പെഷ്യലി കൺസിഡർ ചെയ്തുകൊണ്ട് പുഷ് ചെയ്തപ്പോൾ അദ്ദേഹം തന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് എന്നെ വിളിച്ച് പറഞ്ഞു സാറ് ശരിയായിട്ടുണ്ടെന്ന്. അപ്പോൾ അതുപോലെ നമുക്ക് നമ്മുടെ ഈ സംഘടനാ സംവിധാനം അതിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ സംഘടനാ സംവിധാനം ഉപയോഗിച്ച് എന്താണോ പ്രശ്നം, അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞതാണ്, ഞാനിപ്പോൾ ഭിന്നശേഷി പെൻഷനിൽ 300 രൂപ കിട്ടാത്തത്, അത് എന്താണ്, അതിന് സാങ്കേതിക പ്രശ്നമാണോ അതോ വേറെ എന്തെങ്കിലും പ്രശ്നമാണെന്ന് നോക്കാൻ വേണ്ടി അവർ ഡോക്യുമെൻറ്റ്സ് തന്നു കഴിഞ്ഞാൽ നമ്മുടെ സംഘടനാ സംവിധാനം ഉപയോഗിച്ച് അവർ സഹായിക്കുന്നു. അതുപോലെ പ്രാദേശിക തലത്തിൽ നമ്മുടെ ജില്ലാ താലൂക്ക് സംഘടനാ സംവിധാനം ഉപയോഗിച്ച് അത് പരിഹരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ആ കാര്യങ്ങൾ നമ്മൾ ചെയ്തു വരുന്നുണ്ട്. നല്ലൊരു ശ്രോതാവ് ചേരുന്നു. ഓക്കെ, നമസ്കാരം. ഹലോ ആകാശവാണിയിലേക്ക് സ്വാഗതം. ഹലോ, നമസ്കാരം. പേര് പറഞ്ഞോളൂ. ഞാൻ സതീശനാണ്. സതീശൻ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ മണ്ണന്തല മുക്കോല. മണ്ണന്തല, തിരുവനന്തപുരത്ത് തന്നെയാണ്. ചോദിച്ചോളൂ. അതെ. ഓക്കെ, സതീഷ് പറഞ്ഞോളൂ. സാറേ നമസ്കാരം. നമസ്കാരം. എന്താണ്? എനിക്ക് ഒരു സംശയം പറയാനുണ്ട്. നമ്മള് ഭിന്നശേഷിക്കാരായുള്ള ആളുകള് അത് അപ്പം ജന്മനാൽ ഭിന്നശേഷി ഉള്ളവരും അല്ലാതെ ഭിന്നശേഷി വൈകല്യം ഉള്ളവരും അത് വരുന്നുണ്ട്. അപ്പൊ ഈ ജന്മനാൽ ഭിന്നശേഷി സമൂഹം ഉള്ളവർക്ക് ആദ്യമേ എല്ലാ ആനുകൂല്യങ്ങളും നമുക്ക് പറ്റുമ്പോൾ തന്നെ നമ്മൾ സർട്ടിഫിക്കറ്റ്, ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്. 60 വയസ്സ് കഴിഞ്ഞ് കിടപ്പിലാകുമ്പോഴും എന്തെങ്കിലും ആനുകൂല്യം പോയാണെങ്കിലും നമ്മൾ ഈ ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് കൊടുക്കണോ? ഞാൻ ഒരു ചെറിയൊരു ഉദാഹരണം കൂടെ പറയാം. നമ്മളിപ്പോ പാസ് മാറ്റുന്ന കാര്യം, എനിക്കാണെങ്കിൽ ഞാനൊരു ബ്ലൈൻഡാണ്. ഞാനിപ്പോ ഒരിടത്ത് പോവാൻ എനിക്ക് പണ്ടത്തെ പോലെ പോവാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഇപ്പൊ എനിക്ക് പാസ് മാറ്റണമെങ്കിൽ ഞാൻ പാസ് ഉപയോഗിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എന്നൊരു പാസിന്റെ കൂടെ ഇനി പുതിയതായിട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങുന്നതിന് പോകാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ 60 വയസ്സ് കഴിഞ്ഞവർക്കെങ്കിലും ഈ ബുദ്ധിമുട്ട് മാറ്റിക്കൂടെ? തീർച്ചയായിട്ടും അത് വളരെ ജെനുവിനായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ റൂൾ അനുസരിച്ച് റെയിൽവേയിൽ അത്തരത്തിലുള്ളത് വന്നിട്ടുണ്ട്. പിന്നെ ആജീവനാന്ത പാസ് ഒരു പ്രത്യേക ഏജിന് ശേഷം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനമുണ്ട്. ഈ കാര്യങ്ങൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പല വിഷയങ്ങളും ഉണ്ട്. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പാസിന് വേണ്ടി മാത്രമല്ല, ആനുകൂല്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയും ഉണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഈ ഇൻ്റലക്ച്വലായിട്ടുള്ള കുട്ടികൾ ഒരു പക്ഷേ ഡോക്ടറുടെ അടുത്തേക്ക് പോകാൻ പോലും അവർ സമ്മതിക്കില്ല. അപ്പോൾ അവർക്ക് പോലും ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ പരിഹാരം കാണേണ്ടതുണ്ട്. നമ്മുടെ ആക്ട് അത് വളരെ ശക്തമായിട്ട് ഊന്നി പറയുന്നുണ്ട്. പക്ഷേ ആക്ട് നടപ്പാക്കുന്നതിന് വേണ്ടി നമ്മളെപ്പോലുള്ള സംഘടനകൾ അത് തീർച്ചയായിട്ടും പിന്നെ ഇടപെടും. തീർച്ചയായിട്ടും. അപ്പോൾ നിങ്ങൾ പറഞ്ഞ ഈ വിഷയത്തിൽ നമ്മൾ ഇടപെടും. ഏതായാലും ഇത് ഇപ്പോൾ ഒരു പ്രത്യേകമായിട്ട് വന്നിട്ടുള്ള ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അത് നേരത്തെ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ശക്തമായത് തന്നെ ഇടപെട്ട് നമുക്കതിന് പരിഹാരം കാണാം. ഓക്കെ, വളരെ നന്ദി ഹലോ ആകാശവാണിയിലേക്ക് വിളിച്ചതിന്. ഇപ്പോൾ മുൻപൊക്കെ മെട്രോ റെയിലുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഭിന്നശേഷിയുള്ളവർക്ക്, കാഴ്ചമരികളുള്ളവർക്കൊക്കെ തന്നെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന നടപ്പാതകൾ. ഇപ്പോൾ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായിട്ട് നമ്മുടെ നഗരത്തിലും ഇത്തരത്തിലുള്ള മഞ്ഞ നിറത്തിലുള്ള ആ ഒരു പാതയിലൂടെ നമുക്ക് കൃത്യമായൊരു ഗതാഗത സംവിധാനത്തിലേക്ക് എത്താം. പക്ഷേ അതുപോലെ പ്രധാനപ്പെട്ട മറ്റൊന്നല്ലേ ഈ സിഗ്നലുകളിൽ ഈ പറഞ്ഞ ഓഡിബിളായിട്ടുള്ള സിഗ്നലുകൾ ഉണ്ടാവുക. ഇപ്പോൾ ഒരു റോഡ് മുറിച്ച് കിടക്കാൻ, അതിനൊക്കെ ഇപ്പോഴും നമുക്ക് ഒരു പൊതുസമൂഹത്തിൻ്റെ ഒരു സഹായം വേണ്ടി വരുന്നൊരു സാഹചര്യം. തീർച്ചയായിട്ടും. അപ്പോൾ അതിൽ ഇപ്പോൾ പല സ്റ്റേറ്റുകളിലും നഗരങ്ങളിലൊക്കെ അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ ഇവിടെ പലരും പരീക്ഷണാർത്ഥത്തിൽ തൃശ്ശൂർ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഈ കാര്യത്തിൽ പിന്നെ ഇനിഷ്യേറ്റ് എടുത്തു. ഹിയറിംഗ് ഇമ്പേർഡനും വിഷ്വലി ഇമ്പേർഡനും അവരുടെ ആക്സസിന് അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ഡിവൈസ് അവിടെ പിന്നെ പ്രവർത്തിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായി. പക്ഷേ നിർഭാഗ്യവശാൽ അതിൻ്റെ എക്സ്പാൻഷൻ ഉണ്ടായില്ല. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ എല്ലാ നഗരങ്ങളിലും ആവശ്യമാണ്. ഇത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ഇടമാണ് ഈ ട്രാഫിക് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സീബ്ര ലൈനിലൂടെ നടന്നാൽ പോലും വണ്ടി നമ്മൾ ഇടിക്കുന്ന ഒരവസ്ഥയിലേക്കാണ്. സീബ്ര ഒന്നും നോക്കില്ല, അങ്ങോട്ട് വിടും. അപ്പോൾ അവിടെ വെച്ച് ഏത് വണ്ടിയായാലും, ഇപ്പോൾ ഭിന്നശേഷിക്കാരനായാലും ശരി ഇല്ലെങ്കിൽ ശരി, ഒരാൾ നടന്നു പോകുമ്പോൾ ആ വരുന്ന വണ്ടി അവിടെ സ്ലോ ആക്കേണ്ടതാണ്. അതിനാണല്ലോ സീബ്ര ലൈൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഇതുപോലും ചെയ്യുന്നില്ല. അപ്പോൾ അതേ സാഹചര്യത്തിൽ ഭിന്നശേഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും
ഇതൊന്നും കാണുന്നില്ല, ഈ വണ്ടി വരുന്നുള്ള കാര്യം. അപ്പോൾ അല്ലെങ്കിൽ കാഴ്ച ഉള്ളവർ ഹിയറിംഗ് ഇമ്പയർഡാണെങ്കിൽ അവർ ശബ്ദം കേൾക്കുന്നില്ല. അപ്പോൾ അവർക്കൊക്കെ ആക്സസ് ആയിട്ടുള്ള സംവിധാനങ്ങൾ എത്രയും വേഗം ചെയ്യേണ്ടതാണ്. ഇത് ആക്റ്റിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇതാണ് ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞത്, ഒരു ടാസ്ക് ഫോഴ്സ് ഇവിടെ വേണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ വാർത്തകളിലൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടാവും, ഒരു ബാലാവകാശം ഒരു കുട്ടിക്ക് എന്തെങ്കിലും പിന്നെ പോസ്റ്റോ വിഷയം, അതല്ലെങ്കിൽ മനുഷ്യാവകാശ പ്രശ്നങ്ങളോ അതല്ലെങ്കിൽ വനിതാക്കൾക്കുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞ് സ്വമേധയാ കേസെടുക്കുന്നത്. ഇവിടെ സ്വമേധയാ പോയിട്ട് നമ്മൾ പരാതി കൊടുത്താൽ പോലും കേസെടുക്കാത്ത ഒരവസ്ഥയാണ് ഭിന്നശേഷിക്കാരുടെ കാര്യത്തിലുള്ളത്. അപ്പോൾ ഈ പ്രത്യേക പരിഗണന എന്ന് പറയുന്ന ഓമനപ്പേരുണ്ടായാൽ പോലും ആ പരിഗണന മറ്റു കമ്മീഷനേറ്റ് സംവിധാനം പോലെ ഇല്ല എന്നുള്ളതാണ് നിർഭാഗ്യകരമായിട്ടുള്ള കാര്യം. അതാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. അപ്പോൾ ആക്ട് സെൻട്രൽ ഗവൺമെൻറ് പാസ്സാക്കിയതും സ്റ്റേറ്റ് ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റ് ചെയ്തു ആക്ട് നടപ്പാക്കാൻ വേണ്ടിയുള്ള ബ്യൂറോക്രാറ്റിക് സംവിധാനങ്ങൾ കാര്യക്ഷമമായി ചലിക്കണം, മറ്റു കമ്മീഷനെ പോലെ ചലിക്കണം എന്നാണ് ഇത് സംബന്ധിച്ച് പറയാനുള്ളത്. ഒരു ശ്രോതാവ് ചേരുന്നു. നമസ്കാരം. ഹലോ ആകാശവാണിയിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ. സാർ, ഞാൻ എം ഷാജഹാൻ, നെടുമങ്ങാട് എന്നാണ്. ചോദിച്ചോളൂ. ഓക്കെ, നമസ്കാരം ഷാജഹാൻ, പറഞ്ഞോളൂ. സാറേ, എനിക്ക് പൊതുവായൊരു സംശയമാണ്. ഞാൻ ബ്ലൈൻഡ് ആണ്. ഓക്കെ. ഇത് നമുക്ക് ക്ഷേമ പെൻഷൻ 1600 രൂപയാണ് മാസം തോറും ഉള്ളത്. ഓക്കെ ഓക്കെ. എന്നാൽ 60 വയസ്സിന് ശേഷം ഭിന്നശേഷിക്കാർക്ക് മറ്റൊരു പെൻഷൻ കൂടെ ലഭിക്കുമല്ലോ, 600 രൂപ കൂടെ. അതിനെ സംബന്ധിച്ച് പല പഞ്ചായത്തുകളും അത് അലക്ക കാണിക്കുന്നുണ്ട്. അതിന് സമയത്ത് സാറൊന്ന് വിശദമായിട്ട് പറഞ്ഞ വലിയ കാര്യമായിരിക്കും. അല്ല, ആ പെൻഷൻ 2 പെൻഷനും നേടുന്ന വ്യക്തികളുണ്ട്, നമ്മുടെ കാഴ്ചയില്ലാത്തവർ തന്നെ ഉണ്ട്. 60 ശേഷം വാങ്ങുന്നവരുണ്ട്. എന്താണ് പ്രശ്നം, ആരാണ് അലസത കാണിക്കുന്നതെന്ന് പൊളിറ്റിക്കൽ പഞ്ചായത്തിൻ്റെ ആണെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർക്ക് പരാതി കൊടുത്തിട്ട് റിപ്ലൈ ചെയ്തിട്ട് തന്നിട്ടില്ലെങ്കിൽ ആ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയാൽ നമ്മൾ ഒരു ഉദാഹരണ സഹിതം തന്നെ അവരെ ബോധ്യപ്പെടുത്തി പരിഹരിക്കാവുന്നതാണ്. പല പഞ്ചായത്തിലും നമ്മളിത് പറയാറുണ്ട്. പക്ഷേ അതേസമയം 2 വിഷയം, അപ്പോൾ നിങ്ങൾ പറഞ്ഞ വിഷയമുണ്ട്, അതോടൊപ്പം തന്നെ ഇത് കിട്ടുന്ന വ്യക്തിയെ എനിക്കറിയാം നേരിട്ട്. അതായത് പിന്നെ അപ്പോൾ എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് ഏതാണ് പഞ്ചായത്ത് സെക്രട്ടറി, ആ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഡീറ്റെയിൽസ് തന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൽ ഇടപെട്ട് പരിഹരിക്കാൻ ശ്രമിക്കും. ഓക്കെ. 24 അപേക്ഷത്തിന് വാങ്ങി വെച്ചിട്ടുണ്ട്, കൊടുക്കുന്നില്ല, അറിയിക്കുക. ഓക്കെ. ഏതായാലും എന്താണ് അതിന് തടസ്സം എന്നുള്ളത് നമ്മൾ അന്വേഷിക്കാം കേട്ടോ. വളരെ നന്ദി ഹലോ ആകാശവാണിയിലേക്ക് വിളിച്ചതിന്. നമ്മളിപ്പോൾ ആക്സസിൻ്റെ പ്രശ്നം പറഞ്ഞു. നമുക്ക് മറ്റൊരു തരം ആക്സസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പം നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ഈ പറഞ്ഞ വെബ്സൈറ്റുകളിലേക്കുള്ള ആക്സസ് എല്ലാവരെ സംബന്ധിച്ചും പ്രധാനപ്പെട്ട ഒന്നാണ്. ഇപ്പോൾ കാഴ്ച പരിമിതി ഉള്ളവരെ സംബന്ധിച്ച് അത്തരത്തിൽ അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന സ്ക്രീൻ റീഡർ ആക്സസ് ഉള്ളതാകണം സർക്കാർ വെബ്സൈറ്റുകൾ, ബാങ്കിൻ്റെ വെബ്സൈറ്റുകൾ, ആ ഒരു ആക്സസിനെ കുറിച്ച്. അപ്പോൾ ഇത്തരത്തിലുള്ള ആക്സസിബിലിറ്റി പ്രദാനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ സംഘടനാ സംവിധാനത്തിലെ എംപ്ലോയീസും യൂത്തും ഒക്കെ വളരെയധികം ഇടപെടുകയും ആക്സസിബിലിറ്റി നടപ്പാക്കുന്നതിന് നമ്മുടെ എക്സ്പെർട്ടൈസ് തന്നെ, നമ്മുടെ പ്രാവീണ്യം തന്നെ ഉപയോഗിച്ചുകൊണ്ട്, നമ്മളിൽ എക്സ്പെർട്സ് ആയിട്ടുള്ള ആൾക്കാരെ ഉപയോഗിച്ചുകൊണ്ട് അത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ ചെയ്തു വരികയാണ്. IT മിഷൻ്റെ കീഴിൽ അതിൻ്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഇത്തരത്തിലുള്ള സ്ക്രീൻ റീഡിംഗ് സംവിധാനം ഉൾപ്പെടെയുള്ള ആക്സസിബിലിറ്റി ഉണ്ടാകുന്നതിന് വേണ്ടി നമ്മുടെ സംഘടനാ തലത്തിൽ ഗവൺമെൻറ്റിനോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ അതിൻ്റെ നടപടിക്രമങ്ങൾ ചെയ്തു വരികയാണ്. കുറച്ചുകൂടി അത് സ്പീഡാക്കി തന്നെ നടക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. എങ്കിൽ മാത്രമേ ഗവൺമെൻറ് തലത്തിൽ കിട്ടുന്ന ആനുകൂല്യങ്ങൾ എന്താണെന്ന് മറ്റവരെ ആശ്രയിക്കാതെ സ്വയം തന്നെ വെബ്സൈറ്റിലേക്ക് വിസിറ്റ് ചെയ്തുകൊണ്ട് അറിയാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ അവിടെ നിന്ന് വിദ്യാഭ്യാസ മേഖലയിലേക്ക് പോകാം. 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിനകത്ത് ബ്രെയിലി ബുക്കുകൾ ആക്സസ് ആക്കുക, അതുപോലെ സൈൻ ലാംഗ്വേജ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന അത്തരത്തിലുള്ള സ്കിൽസുള്ള ആളുകൾ സ്കൂളിലുണ്ടായിരിക്കുക, അത്തരത്തിലുള്ള സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിൻ്റെ ആവശ്യകതയൊക്കെ നിരന്തരം ഊന്നി പറയുന്നുണ്ട്. അത് എത്രത്തോളം പ്രധാനമാണ്? അത് വളരെയധികം പ്രധാനമാണ്. കാരണം ഒരു കുട്ടി സ്കൂളിൽ എത്തുമ്പോഴാണ് ആ കുട്ടിയെ മോട്ടിവേറ്റ് ചെയ്യപ്പെടേണ്ടത്. ആ കുട്ടിക്ക് പഠിക്കാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഉണ്ട് എന്നുള്ളത് ആ കുട്ടിക്ക് ബോധ്യപ്പെടുത്തേണ്ടത് നമ്മുടെ സൊസൈറ്റിയുടെയും ഗവൺമെൻറ്റിൻ്റെയും ഒക്കെ ബാധ്യതയാണ്, ഉത്തരവാദിത്തമാണ്. എങ്കിൽ മാത്രമേ ആ കുട്ടിയുടെ കഴിവ് പുറത്തേക്ക് കൊണ്ടുവരുന്നതിന് ആ കുട്ടിക്ക് സ്വയം പര്യാപ്തമായി ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ബ്രെയിൽ ലിപിയിലുള്ള പുസ്തകങ്ങൾ, അത് അനുയോജ്യമായ സ്ഥലങ്ങളിൽ ബ്രെയിൽ ലിപിയിലുള്ള പുസ്തകങ്ങൾ നൽകണം. ഇനി അതിന് അവർക്ക് ആക്സസ് ഇല്ലാത്തവരുണ്ടാവും. അപ്പോൾ ബൾക്കായിട്ടുള്ള പുസ്തകങ്ങൾ ബ്രെയിൽ ലിപിയിൽ ഒരു പക്ഷേ
ഈ കോളേജ് ലെവലിലൊക്കെ കൊടുക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ വേറെയും സംവിധാനങ്ങളുണ്ട്. അതാണ് ടോക്കിംഗ് ബുക്ക്, ഓഡിയോ ബുക്സ്. അതിലും കുറച്ചുകൂടെ പിന്നെ പരിഷ്കരിച്ച രീതിയിൽ EPUB സംവിധാനങ്ങളുണ്ട്. അത് പേജ് വൈസ് തന്നെ പുസ്തകങ്ങൾ വായിച്ച് കേൾക്കാവുന്ന രീതിയിലാണ്. അപ്പോൾ ഈ തരത്തിലുള്ള ഒരു പദ്ധതി നമ്മൾ കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് പിന്നെ കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയത്തിൻ്റെ ധനസഹായത്തോടെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എംപവർമെൻറ്റ് ഓഫ് പേഴ്സൺ വിത്ത് വിഷ്വൽ ഡിസബിലിറ്റീൻ്റെ കീഴിൽ ഒരു ഡെവലപ്മെൻറ്റ് ഓഫ് ആക്സസിബിൾ ലേണിംഗ് മെറ്റീരിയൽ പ്രോജക്റ്റ് നടപ്പിലാക്കി വരികയാണ്. അതിൻ്റെ ആദ്യപടിയായിട്ടാണ് നമ്മൾ ബ്രെയിൽ പ്രസ് സ്ഥാപിച്ചിട്ടുള്ള 3 ബ്രെയിൽ പ്രസ് നമ്മുടെ കേരളത്തിൽ ഉണ്ട്. അപ്പോൾ ഇന്ത്യയിലുള്ള മിക്ക ആർട്ടിക്കിൾസും നമ്മൾ പ്രിൻ്റ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു. അതുപോലെ പ്രധാനമായിട്ട് നമ്മൾ ചെയ്യുന്നത് കേരളത്തിലെ പാഠപുസ്തകങ്ങൾ എല്ലാ കുട്ടികൾക്കും 1 മുതൽ 10 വരെയുള്ള കുട്ടികൾക്ക് ബ്രെയിൽ പുസ്തകങ്ങളും അതുപോലെ മറ്റു ക്ലാസ്സുകളിലേക്കൊക്കെ ടോക്കിംഗ് ബുക്സൊക്കെ നൽകുന്നതിനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഗവൺമെൻറ് ചെയ്യേണ്ട ജോലി നമ്മൾ ചെയ്യുകയാണ്. ഗവൺമെൻറ്റാണ് കാഴ്ചയുള്ള വ്യക്തികൾക്ക് സാധാരണ പുസ്തകങ്ങൾ കൊടുക്കുന്നത്. പക്ഷേ ബ്രെയിൽ പുസ്തകങ്ങൾ ഗവൺമെൻറ് ആ സംവിധാനം നമുക്ക് ഉള്ളതുകൊണ്ട് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിന് ആ ടെക്നോളജി സ്വായത്തമായതുകൊണ്ട് തന്നെ നമ്മൾ ആ പുസ്തകങ്ങൾ നൽകി വരികയാണ്. ഇനിയും ഈ മേഖലയിൽ കൂടുതൽ പുരോഗതി പ്രാപിക്കേണ്ടതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞുള്ള EPUB പ്രോജക്റ്റിന് വേണ്ടി പ്രപ്പോസൽ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് യാഥാർത്ഥ്യമാവുന്നതോടുകൂടി ഹയർ എഡ്യൂക്കേഷനിൽ വളരെ എളുപ്പത്തിൽ കാഴ്ചയില്ലാത്ത കുട്ടികൾക്ക് പുസ്തകങ്ങൾ റീഡ് ചെയ്യുന്നതിനുള്ള സംവിധാനം വരും. അപ്പോൾ ഇത് സംബന്ധിച്ച് വേറൊരു വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ടീച്ചേഴ്സിനും ഇത് സംബന്ധിച്ചുള്ള അവയർനെസ് പ്രോഗ്രാം നടത്തേണ്ടതുണ്ട്. ഇപ്പോഴും തന്നെ പല ട്രെയിനിങ് പ്രോഗ്രാമിലും ഒരു കോമ്പണൻ്റായിട്ട് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്. അത് പോരാ. അപ്പോൾ അതൊരു സബ്ജക്റ്റ് തന്നെ ഒരു പേപ്പറായിട്ട് ടീച്ചർ ട്രെയിനിങ്സിൽ ഉൾപ്പെടുത്തണം. ഈ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഒരു പേപ്പർ തന്നെ ആയിട്ട് ഉൾപ്പെടുത്തിയാലേ ഇത് വിജയിക്കുകയുള്ളൂ. ഇപ്പോൾ റിസോഴ്സ് ടീച്ചർ എന്ന രീതിയിൽ SSKയുടെ ആഭിമുഖ്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പിന്നെ ഗ്രാൻറ്റോടുകൂടി SSK നടപ്പാക്കി വരുന്നുണ്ട്. അപ്പോൾ അതും ഒന്നുകൂടി ക്വാളിറ്റേറ്റീവ് ആക്കി ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം, നമ്മൾ ഇൻക്ലൂസീവ് ആയിരിക്കണം, കുട്ടികൾക്ക് തടസ്സരഹിതമായ അന്തരീക്ഷം ഉണ്ടാവണം, ക്ലാസ്സിൽ എൻവയോൺമെൻറ്റ് ഉണ്ടാവണം എന്ന് പറയുമ്പോഴും പല സ്കൂളുകളിലും ക്ലാസ് റൂം സിറ്റുവേഷൻ സാധാരണ കുട്ടികൾക്ക് പോലും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതും കൂടി നമ്മൾ പരിഗണിക്കണം. അപ്പോൾ കുട്ടികൾക്ക് മൂവ് ചെയ്യാനുള്ള സ്ഥലവും സ്പേസ് ഉണ്ടാവണം. അതുപോലെ ക്ലാസ്സിൽ ഓരോ വിഷയങ്ങൾ പഠിപ്പിക്കുമ്പോൾ ആ പാഠപുസ്തകത്തിൽ വിഷ്വൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കാഴ്ചയില്ലാത്തവർക്ക് അത് മനസ്സിലാകാൻ സാധിക്കില്ല. അപ്പോൾ അത് എങ്ങനെ തരണം ചെയ്യാമെന്നുള്ളതിനുള്ള കാര്യം ടീച്ചറിന് അറിയണം. ടീച്ചർ ഞാൻ വേറെ ആളോട് ചോദിക്കട്ടെ എന്ന് പറയരുത്. ആ രീതിയിലേക്ക് പിന്നെ നമ്മുടെ കാര്യങ്ങൾ ഒന്നും കൂടി റിസോഴ്സ്ഫുള്ളാക്കണം എന്നാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. നമസ്കാരം, ഹലോ ആകാശവാണിയിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ. എന്റെ പേര് തമ്പ എന്നാണ്, കാസർഗോഡ് നിന്ന് വിളിക്കുന്നത്. വിളിച്ച ഒന്ന് സാർ, ഈ പാസ് നമ്മളെ പ്രൈവറ്റ് ബസ്സിൽ മറ്റേ പാസ് ഉണ്ടല്ലോ, അവന്റെ അല്ല KSRTC ബസ്സിലെ പാസില്ലേ, ആ പാസ് പുതുക്കേണ്ടതുണ്ടോ? അല്ല പിന്നെ എല്ലാം ഞാനിപ്പോ 2.5 വയസ്സ് എനിക്ക് തന്നെ നഷ്ടപ്പെട്ടതാണ്, കാഴ്ച നഷ്ടപ്പെട്ടതാണ്. ഇപ്പൊ 64 വയസ്സുണ്ട്. ഇനി ഈ റെയിൽവേയിലാണെങ്കിലും ബസ്സിലാണെങ്കിലും ഈ പുതുക്കാൻ പറയുന്നത് അത് അതിന്റെ ആവശ്യമുണ്ടോ സാർ? ശരിക്ക് ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് ഉപയോഗിക്കില്ലല്ലോ, കാഴ്ച ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കില്ലല്ലോ. ഈ പുതുക്കാൻ പറയുന്നത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, നമ്മുടെ പാസിൽ ഒരു ഫോട്ടോ ഒട്ടിച്ചിട്ടുണ്ടാവല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ 2.5 വയസ്സിൽ നമ്മളൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മാറ്റം അത് നമുക്ക് മനസ്സിലാവില്ല, അത് നമുക്ക് ചെയ്യാം. അപ്പോൾ അതാണ് ശരിക്കും ഈ പുതുക്കുന്നതിൻ്റെ അവസ്ഥ. പിന്നെ പെർമനൻറ്റ് ഡിസബിലിറ്റി, അതുപോലെ ടെമ്പററി ഡിസബിലിറ്റി എന്ന 2 കാറ്റഗറി ഉണ്ട്. ഇപ്പോൾ ചിലതൊക്കെ നമുക്ക് പിന്നെ ട്രീറ്റ് ചെയ്തുകൊണ്ട് ക്യൂറബിൾ ആവാനുള്ള ഡിസബിലിറ്റി ഉണ്ട്. ഇപ്പോൾ കാഴ്ച പല വ്യക്തികൾ നമുക്ക് കാഴ്ച കിട്ടിയതായിട്ട് നമുക്കറിയാൻ പറ്റും. പ്രത്യേകിച്ച് കാട്രാക്റ്റൊക്കെ നമുക്ക് കാഴ്ച കിട്ടുന്ന ഒരു ഇതാണ് സർജറിയിലൂടെ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലും ഒക്കെ ഒഴിവാകുമ്പോൾ ഒരാൾ ഇപ്പോൾ കാഴ്ചയില്ലാത്ത ഒരാൾ കാഴ്ച ഉണ്ടായിട്ടും അയാൾ പാസ്സായിട്ട് നടക്കുമ്പോൾ കാഴ്ചയില്ലാത്ത വ്യക്തികൾക്ക് ഒരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള അനോമലീസിന് വേണ്ടിയാണ് ഈ പുതുക്കുക എന്നുള്ള ഇത് വന്നിട്ടുള്ളത്. അതേസമയം പുതുക്കാനുള്ള അതിൻ്റെ നടപടിക്രമങ്ങൾ വളരെ സുതാര്യമാക്കേണ്ടതുണ്ട്. ഒരാൾ പെർമനൻ്റ് ഡിസബിലിറ്റി ആണെങ്കിൽ അയാൾക്ക് കൂടുതൽ അയാളെ ബുദ്ധിമുട്ടിച്ച് പുതുക്കേണ്ട അവസ്ഥയില്ല. അപ്പോൾ അത്തരത്തിലുള്ള മൂവ്മെൻറ്റ് നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, വളരെ നന്ദി ഹലോ ആകാശവാണിയിലേക്ക് വിളിച്ചതിന്. നമ്മൾ ഇത്തരത്തിൽ ഭിന്നശേഷിക്കാരുടെ ഒരു തൊഴിൽ പരിശീലനമായിട്ട് പരിഗണിക്കുകയാണെങ്കിൽ ഇപ്പോൾ നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ പോലുള്ള സ്ഥാപനങ്ങളുണ്ട് ഇത്തരത്തിലുള്ള തൊഴിൽ പരിശീലനങ്ങൾ നൽകുന്ന. ആ ഒരു മേഖലയിൽ അതുവഴി ലഭിക്കാൻ സാധ്യതയുള്ള
കേരളത്തിൽ അതിൻ്റെ സാധ്യതകൾ നിലവിൽ അങ്ങനെ എന്തെങ്കിലും നിലവിലുള്ളതായിട്ട്? ഇപ്പോൾ ഇവിടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ നടക്കുന്ന നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ പ്രചരണം ഇപ്പോൾ അടുത്ത കാലത്താണ് വ്യാപിച്ചിട്ടുള്ളത്. നമ്മൾ കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് ബന്ധപ്പെട്ട ഏജൻസിയുമായിട്ട് നിരന്തരം സമ്പർക്കം പുലർത്തി വരികയാണ്. കേരളത്തിലെ കോണ്ടസ്റ്റിൽ ഇവിടുത്തെ സാഹചര്യം ഉപയോഗിച്ച് നമ്മുടെ സാക്ഷരതാ മിഷൻ പോലെയുള്ള ഏജൻസികളെയും അതുപോലെ തന്നെ അസാപ്പ് പോലെയുള്ള ഏജൻസികളൊക്കെ കോർത്തിണക്കിക്കൊണ്ടുള്ള തൊഴിൽ പരിശീലന പരിപാടികൾ നമ്മൾ അടുത്ത് തന്നെ തുടങ്ങുന്നുണ്ട് ഇപ്പോൾ ഗവൺമെൻറ് സഹായത്തോടു കൂടി. പിന്നെ ഗവൺമെൻറ് ലെവലിൽ ഇന്ന് കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനമായിട്ടുള്ളത് നാലാഞ്ചിറയിലാണ്, CRC നാലാഞ്ചിറ. അവിടെ ഇപ്പോൾ കാഴ്ചയില്ലാത്തവർക്ക് വേണ്ടി കൊടുക്കുന്നത് ഈ പാർഷ്യലി വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണെന്നാണ് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ അവിടെ പിന്നെ തൊഴിൽ പരിശീലനം നൽകുന്നുണ്ട്. പിന്നീട് നല്ല ഒരു രീതിയിൽ പരിശീലനം നൽകുന്നത് കോഴിക്കോട് ചേവായൂരുള്ള CRC കോമ്പസിറ്റി റിഹാബിലിറ്റേഷൻ സെൻ്ററാണ്. അവിടെ ഇൻ്റലക്ച്വലി ഡിസേബിൾഡ് ഉൾപ്പെടെയുള്ളവർക്ക് വേണ്ടി സ്കിൽ ഡെവലപ്മെൻറ്റ് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ശരിക്ക് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ആസ്ഥാനത്ത് തന്നെയാണ് ഇതിൻ്റെ സിലബസും മറ്റു കാര്യങ്ങളൊക്കെ അങ്ങോട്ട് സർക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവർ ഇൻ്റലക്ച്വലി ചാലഞ്ചഡായിട്ടുള്ള കുട്ടികൾക്കും യൂത്തിനും അതുപോലെ തന്നെ ഓട്ടിസം, സെറിബ്രൽ പൾസി, അതുപോലെ ഹിയറിംഗ് ഇമ്പയർഡ് ഇവർക്കാണ്. പിന്നെ വിഷ്വലി ഇമ്പയർഡിനും അവർ ഒരു കമ്പ്യൂട്ടർ ട്രെയിനിങ് പ്രോഗ്രാം ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പിന്നെ അവിടെ അതിനുള്ള പിന്നെ സംവിധാനങ്ങളുണ്ടെങ്കിലും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഇതാണ് ഇത് സംബന്ധിച്ച് നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ. അതേസമയം തന്നെ കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് വിഷ്വലി ഇമ്പയർഡിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് വനിതകൾക്ക് വേണ്ടിയുള്ള തൊഴിൽ പരിശീലന കേന്ദ്രം ഇവിടെ പോത്താനിക്കാടുണ്ട്. ഇപ്പോൾ അവിടെ ജില്ലാ പഞ്ചായത്തിൻ്റെ സഹായത്തോടു കൂടി കമ്പ്യൂട്ടർ ട്രെയിനിങ് അവിടെ ഗവൺമെൻറ് അപ്രൂവ്ഡ്, അത് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ അപ്രൂവോട് കൂടിയുള്ള കമ്പ്യൂട്ടർ ട്രെയിനിങ് അവിടെ നടന്നിട്ടുണ്ട്. കേരള ബാങ്കും അതിന് സഹായിക്കുന്നുണ്ട്. പിന്നെ കോഴിക്കോട് കുണ്ടായത്തോടും നമ്മുടെ വൊക്കേഷണൽ ട്രെയിനിങ് സെൻറ്റർ ആൻഡ് പ്രൊഡക്ഷൻ സെൻറ്റർ നടന്നുകൊണ്ടിരിക്കുന്നു, കുറേ കാലമായി തുടങ്ങി. പക്ഷേ ഇതൊക്കെ പലപ്പോഴും നമ്മൾ നേരിടുന്ന ചാലഞ്ചസ് എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ പണ്ട് കാലങ്ങളിലൊക്കെ ഗവൺമെൻറ് ഗ്രാൻറ്റുകളുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് കോർത്തിണക്കി ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ വേറെ വിഷയം തന്നെ ഇപ്പോൾ ഈ കുണ്ടായത്തോട് നമ്മൾ കോർപ്പറേഷൻ ഏരിയയിലുള്ളതാണ്. അപ്പോൾ അവർക്ക് ഈ പ്രോജക്റ്റ് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഗുണഭോക്താക്കൾ പിന്നെ കോർപ്പറേഷൻ പരിധിയിലുണ്ടായിരിക്കണമെന്ന് വ്യവസ്ഥ ചെയ്യുന്നു. അതേസമയം ഇവിടെ റെസിഡൻഷ്യൽ സെറ്റപ്പിലാകുമ്പോൾ ഒരു പക്ഷേ അതേ ജില്ലയിലല്ലാത്തവർ പോലും ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള കുറേ നൂലാമാലകൾ ഇതിന് പ്രതിബന്ധമായി വരുന്നുണ്ട്. എന്നാലും നമ്മൾ ഇത്തരത്തിലുള്ള ട്രെയിനിങ്ങുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് തലത്തിലുള്ള ഈ നാലാഞ്ചിറയും അതുപോലെ ചേവായൂരുള്ള CRC ആണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. പിന്നെ തൊഴിൽ നേടുന്നതിന് സ്വയം തൊഴിൽ നേടുന്നതിനാണ് ഹാൻഡിക്യാപ്ഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ പൂജപ്പുര. അവർ വായ്പ നൽകുന്നുണ്ട്, ധനസഹായം നൽകുന്നുണ്ട്. അവരെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാൽ അവർ നൽകുന്നതാണ്. നമ്മളോടൊപ്പം ഒരു ശ്രോതാവ് ചേരുന്നു. നമസ്കാരം, ഹലോ ആകാശവാണിയിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ. ഹലോ സാറേ, എൻ്റെ പേര് സുദർശൻ എന്നാണ്. ഞാൻ ചെറിയങ്കിൽ നിന്നാണ് വിളിക്കുന്നത്. പറഞ്ഞോളൂ സുദർശൻ. സാറേ, എൻ്റെ രണ്ട് കണ്ണിന് കാഴ്ചയില്ല. എനിക്കിപ്പോൾ 64 വയസ്സായി. ഓക്കെ. പിന്നെ നമുക്കിവിടെ 1 മീറ്റർ വഴിയാണ് ഉള്ളത് നടക്കാനുണ്ട്. അത് പണ്ട് 30 വർഷത്തിന് മുമ്പ് അതിന് കളക്ടർ വഴി കേസ് പോയി ഹൈക്കോടതിയിൽ നിന്ന് പാസ്സായി വന്നു. അത് കഴിഞ്ഞ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ 2 സൈഡിൽ നിന്നും 1 മീറ്റർ വഴി വീതം അപ്പുറം ഇപ്പുറം തന്നു. ഒരു വീട്ടുകാർ മാത്രമാണ് തരാത്തത്. അത് അവരെ എതിർവശത്തുള്ള വസ്തു പോലും അത് വൃത്തിയാക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ കാടും പിടിച്ച് പാമ്പും പിന്നെ വെള്ളവും ആയിട്ട് ഇവരാ സൈഡിൽ വന്ന് കുഴി കുഴിച്ചിട്ടിരിക്കുകയാണ്. പലരും വീഴുകയും ബൈക്ക് യാത്രക്കാരെ മാത്രമേ പോലെ നടന്നു പോകുന്നതിന് വീഴുകയും ചെയ്യും. അവിടെ തൊടാനും സമ്മതിക്കുന്നില്ല. അവരെ 1 മീറ്ററോടെ വിട്ടുകയാണെങ്കിൽ 3.5 മീറ്ററോളം വീതി അപ്പുറം ഇപ്പുറമുണ്ട്. എല്ലാം റെഡിയാക്കിയിട്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളിപ്പോ റീസറിൽ വന്നപ്പോഴത്തേക്ക് ആ സാറാണ് പറഞ്ഞത്, നിങ്ങളിങ്ങനെ വിളിച്ച് അവർ ചോദിച്ചാൽ അവർക്ക് വിട്ടതിന് പറ്റൂ, അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഇവർ ഒരു കണക്കിന് എടുക്കുന്നില്ല. പക്ഷെ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് അവിടെ നമുക്ക് ഒരു സ്ഥാനവും കിട്ടുന്നില്ല. നിങ്ങൾ രേഖാമൂലം പരാതി കൊടുത്തോ? രേഖാമൂലം പരാതി കൊടുക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ എനിക്ക് 2 കണ്ണ് കണ്ടുകൂടെ. ഞാൻ ഇപ്പുറത്തുള്ള കുറച്ച് പെണ്ണുങ്ങളുമായിട്ട് പോയിട്ട് അവര് നമ്മളെ വിരട്ടി വിടുകയില്ല. അവർ രണ്ടുപേരും ഇത് കലക്ടർ ഈ കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് കലക്ടർക്ക് ഒരു പരാതി കൊടുക്കണമല്ലോ. മജിസ്ട്രേറ്റ് കൂടിയായിട്ടുള്ള കലക്ടർക്ക് ഈ കാര്യങ്ങൾ, അതായത് നിങ്ങൾ ഇന്ന സ്ഥലത്ത് പരാതി കൊടുത്തെന്നും അവിടുന്ന് ഇങ്ങനെ ആണ് അവരുടെ പിന്നെ സമീപനമൊന്നും കാണിച്ചുകൊണ്ട് കലക്ടർക്ക് കൊടുക്കുക. ഇനി കൂടുതൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകണമെങ്കിൽ ഞാൻ ഡിസബിലിറ്റി കമ്മീഷൻ്റെ നമ്പർ തരാം. ആ നമ്പറിൽ നിങ്ങൾ അദ്ദേഹത്തെ വിളിക്കുക.
അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാനിവിടെ പറയാം. 9495 213 248. ഇതിൽ വിളിച്ചിട്ട് ഈ വിഷയങ്ങൾ നിങ്ങൾ എവിടൊക്കെയാണ് പരാതി കൊടുത്തത് അത് പറയാം കേട്ടോ. പരാതി കൊടുത്തിട്ട് ഒരു പരിഹാരം കണ്ടിട്ടില്ല. RPD ആക്ട് അനുസരിച്ച് നിങ്ങൾക്ക് ഇത് നേടിത്തരേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. ആക്ടിൽ സെക്ഷൻ 678 ഇത് വളരെ പ്രധാനമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ 345 നിങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു തരാൻ വേണ്ടി പറയുന്നുണ്ട്. 345 കേട്ടോ ആക്ഷൻ എടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യം ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. 678 പറയുന്നത് ഇത് ആരെങ്കിലും ഇത് തടസ്സപ്പെടുത്താൻ കഴിഞ്ഞാൽ അദ്ദേഹത്തെ ശിക്ഷിക്കാനായിട്ട്, വിവേചനം കാണിച്ച ശിക്ഷിക്കാനായിട്ടുള്ള വ്യവസ്ഥയും പറയുന്നുണ്ട്. ഓക്കെ. ഇപ്പോഴും നമ്മൾ ചെന്നാൽ ഈ വെള്ളം കെട്ടിക്കിടക്കും. അല്ല, അപ്പോൾ നമ്മൾ അത് സ്പെസിഫിക്കായിട്ട് ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പിന്നെ കലക്ടർക്ക് കൊടുക്കുക. എന്നിട്ട് പരിഹാരം ഇല്ലെങ്കിൽ ഡിസബിലിറ്റി കമ്മീഷണർക്കും കൊടുക്കുക കേട്ടോ. പിന്നെ ഇത് സംബന്ധിച്ച് നമ്മുടെ സഹായം വേണമെങ്കിൽ കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിൻ്റെ ഹെഡ് ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ ചെയ്തു തരാം. വളരെ നന്ദി ഹരി വിളിച്ചതിന്. താങ്കൾ മുമ്പ് സൂചിപ്പിച്ചു, ഇപ്പോൾ നമ്മളൊരു സാധാരണ ഒരു വാഷ്റൂം അല്ലെങ്കിൽ ടോയ്ലറ്റിൻ്റെ കൺസ്ട്രക്ഷൻ പോലെയല്ല ഒരു ഭിന്നശേഷിയുള്ള ഒരാൾക്ക് അവരുടെ സൗഹൃദപരമായിട്ടൊരു ഇതുണ്ടാക്കുകയാണ്. അതേപോലെ സമാനമായൊരു പ്രശ്നമാണ് ഇപ്പോൾ ഈ ശ്രോതാവ് ഉന്നയിച്ചതായിട്ട് ഒരു പാമ്പ് ഭിന്നശേഷിയുള്ള ഒരാൾക്ക് സൃഷ്ടിക്കുന്ന ഒരു ത്രെട്ട്. അപ്പം നമ്മൾ പറയുന്ന പേപ്പട്ടി ശല്യം, ഒരു സാധാരണ മനുഷ്യന് ഇത് സൃഷ്ടിക്കുന്ന ത്രെട്ടും ഭിന്നശേഷിയുള്ള ഒരാൾക്ക് അത് സൃഷ്ടിക്കുന്ന ഒരു ഭീഷണിയും രണ്ടാണെന്ന് മനുഷ്യർക്ക് മനസ്സിലാകാതെ പോകുന്നതുണ്ടോ എന്നുള്ളൊരു സംശയമാണ് ഇത്തരം പരാതികളിൽ നിന്ന് തന്നെ നമുക്ക് തോന്നുന്നത്. സാർ മുമ്പ് പറഞ്ഞു നമ്മുടെ ടീച്ചേഴ്സിൻ്റെ കരിക്കുലത്തിൽ ഒരു മൊഡ്യൂളായിട്ട് ഇത്തരം കാര്യങ്ങൾ വരുന്നുണ്ട്. ശരിക്കും നമ്മുടെ സ്കൂൾ കരിക്കുലത്തിൽ കുട്ടികൾ വളർന്നു വരുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെപ്പറ്റി, പൊട്ടൻഷ്യൽ ത്രെട്ടുകളെ പറ്റിയൊക്കെ അവരെ ബോധവൽക്കരിക്കേണ്ട ഒരു ആവശ്യമില്ലേ? അത് വേണം. അതായത് കുട്ടികൾക്ക് നമ്മൾ ഇൻക്ലൂസീവ് സൊസൈറ്റി എന്താണ്, നാം ഒരു സമൂഹത്തിൽ ജീവിക്കണം, അവർ സോഷ്യോളജി ആസ്പെക്റ്റിലായിരിക്കണം കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. അല്ലാതെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കുക, അതിന് ഉത്തരം എഴുതുക എന്നുള്ള രീതിയിലല്ലാതെ ഒരു സാമൂഹ്യ മനോഭാവത്തിൽ സൃഷ്ടിക്കണം. അപ്പോൾ നമ്മുടെ സമൂഹം എന്താണ് അതിൽ പ്രധാനപ്പെട്ടതാണ് ഭിന്നശേഷി സമൂഹം. അവരും നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗമാണ്. സമൂഹത്തിലെ എല്ലാവരും പിന്നെ സ്ട്രെങ്തൻ ചെയ്താൽ, ശക്തിപ്പെട്ടാൽ മാത്രമേ രാജ്യം ശക്തിപ്പെടുകയുള്ളൂ, നമ്മൾ ശക്തിപ്പെടുകയുള്ളൂ, നമ്മുടെ കുടുംബവും അതുപോലെ നമ്മുടെ ഗ്രാമവും എല്ലാം ശക്തിപ്പെടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവരോട് പിന്നെ എങ്ങനെയാണ് സമീപിക്കേണ്ടതെന്ന് ഒരു മനോഭാവം കൊടുക്കണം. അതുപോലെ തന്നെ ഇത് വെറും പ്രസംഗത്തിൽ മാത്രം ഒതുക്കാതെ ഈ കുട്ടികൾക്ക് അത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് കൊടുക്കണം. ഇപ്പോൾ NSS NCC പോലെയുള്ള സംവിധാനം ഉപയോഗിച്ച്, സ്കൂൾ ക്ലബ്ബുകൾ ഉപയോഗിച്ചിട്ട് ഭിന്നശേഷിക്കാരായിട്ടുള്ള ഗ്രാമത്തിലെ വ്യക്തികളെ സഹായിക്കുന്ന രീതിയിലോ അതല്ലെങ്കിൽ അവർക്ക് വേണ്ട മറ്റേതെങ്കിലും പിന്തുണകൾ നൽകുന്ന രീതിയിലുള്ള പ്രോജക്റ്റുകൾ ഈ കുട്ടികളെ കൊണ്ട് അതാത് സ്കൂളിലെ ടീച്ചേഴ്സ് ചെയ്യിപ്പിക്കണം. ചെറിയ ചെറിയ കാര്യങ്ങൾ, വലിയ കാര്യങ്ങളല്ല, കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാവുന്ന കാര്യങ്ങളുണ്ടാവില്ല. ഇപ്പോൾ ഉദാഹരണം, ഒരു കാഴ്ചയില്ലാത്തൊരു വ്യക്തി ആണെങ്കിൽ അദ്ദേഹത്തിന് ആഴ്ചയിൽ ഒരു ദിവസം വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും വായിച്ചു കൊടുക്കുക, അതല്ലെങ്കിൽ അദ്ദേഹത്തെ സ്കൂളിൽ കൊണ്ടുവന്നിട്ട് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഇൻറ്ററാക്ഷൻ നടത്തി കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെയൊക്കെ ഓരോന്നും അവർക്ക് അവിടുത്തെ സാഹചര്യം അനുസരിച്ച് ടീച്ചേഴ്സിനും അതുപോലെ ഈ ക്ലബിനും ഡിസൈൻ ചെയ്യാവുന്നതാണ്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും അതോടൊപ്പം തന്നെ പാഠപുസ്തകത്തിൽ ഇത്തരത്തിലുള്ള ബോധവൽക്കരണം നടത്തുകയും ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പിന്നെ ഗവർണറുടെ കടമയെ സംബന്ധിച്ച് പാഠപുസ്തകത്തിൽ പറയുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഈ കാര്യവും നമ്മുടെ ഭിന്നശേഷി സമൂഹത്തിൻ്റെ കടമകൾ എന്താണെന്നതിനെ സംബന്ധിച്ചുള്ള ബോധവൽക്കരണം നൽകേണ്ടതും അനിവാര്യമാണ്. നമ്മൾ തൊഴിൽ മേഖലയിലേക്ക് വരുവാണെങ്കിൽ 2016 നിയമത്തിന് ശേഷമുണ്ടായ വലിയൊരു മാറ്റം, സർക്കാർ സംവിധാനത്തിലുള്ള ഒഴിവുകൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഇപ്പോൾ എയ്ഡഡ് സ്കൂളുകളിലെ നിയമനങ്ങൾ, കോളേജ് അധ്യാപക നിയമനങ്ങൾ, അങ്ങനെ ഭിന്നശേഷി വിഭാഗത്തിന് കൃത്യമായ നിയമപ്രാബല്യത്തോടു കൂടിയുള്ള കോടതി ഇടപെടലുകളൊക്കെ വന്നതിന് ശേഷം ഒരുപാട് ആളുകൾ തൊഴിൽ മേഖലയിലേക്ക് ചേരുന്നുണ്ട്. ആ ഒരു മാറ്റത്തിനെക്കുറിച്ച് യഥാർത്ഥത്തിൽ ഇവിടെ നമ്മൾ ആമുഖത്തിൽ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുകയാണ്. അതായത് ഈ നിയമം നടപ്പാക്കാൻ വേണ്ടി സമ്മർദ്ദ ഗ്രൂപ്പ് അനിവാര്യമാണ്. ഇപ്പോൾ RPD ആക്ട് അനുസരിച്ച് 4% സംവരണം ഉറപ്പുവരുത്തുന്നു. അതിനു മുമ്പുള്ള ഭിന്നശേഷി സംവരണം ആക്ട് 1995 പ്രകാരം 3% ഉണ്ട്. ഇത് എയ്ഡഡ് സ്കൂളുകളിലും ബാധകമാണ്. ഇപ്പോൾ ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ ഒക്കെ ഒരു പരിധിവരെയൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഈ മാനേജ്മെൻറ്റ് സ്കൂളുകളിൽ ഇത് നടപ്പിലാക്കിയിരുന്നില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇത് നിയമപരമായിട്ട് ഇടപെടാൻ
ഭിന്നശേഷി സംഘടനകൾ വന്നു. അതിൽ കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡാണ് ഒന്നാമതായിട്ട് അതിൽ നിന്നിട്ടുള്ളത്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാനേജ്മെൻറ്റുകൾക്ക് ഇപ്പോൾ സംഭവിച്ചത് എന്താണ്, ബാക്ക്ലോഗ് നികത്താൻ വേണ്ടി സുപ്രീം കോടതി കർശന നിർദ്ദേശം കൊടുത്തു. അതായത് 96 മുതലുള്ള ബാക്ക്ലോഗുകൾ 3% പുതിയതായിട്ട് നിലവിൽ വരുന്നവരെ ഫില്ല് ചെയ്യുകയും അതിനുശേഷമുള്ള 2017 ശേഷമുള്ള ബാക്ക്ലോഗുകൾ നികത്തുകയും ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ മാനേജ്മെൻറ്റ് കുടുങ്ങിയത് അന്ന് അത് ചെയ്തിരുന്നെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടില്ലായിരുന്നു. ഇപ്പോൾ ഒത്തിരി തസ്തികകൾ അവർ ഫില്ല് ചെയ്യണം. അതേസമയം അന്ന് ജീവിച്ചിരുന്ന പാവപ്പെട്ട ഭിന്നശേഷിക്കാർക്ക് ജോലി കിട്ടാൻ അവകാശം ഉണ്ടായിട്ട് പോലും BEdഉം TTC ഇതെല്ലാം കഴിഞ്ഞിട്ട് പോലും ലോട്ടറി വിറ്റ് അവരുടെ ജീവിതകാലം അവസാനിക്കേണ്ട അവസ്ഥ വന്നു. അന്ന് ഈ റിസർവേഷൻ കിട്ടിയെങ്കിൽ അവർക്ക് ജോലി കിട്ടുമായിരുന്നു. അപ്പോൾ അവർക്ക് കിട്ടേണ്ട ഈ തസ്തികയിൽ പൊതു വ്യക്തികളെ നിയമിച്ച് അവർക്ക് വേണ്ട ഡൊണേഷനൊക്കെ വാങ്ങിച്ച് അത് വന്നു. പക്ഷേ നമ്മൾ ആക്ട് അനുസരിച്ച് നടപടികൾ സ്വീകരിച്ചു. ആ നിയമ നടപടികൾ സ്വീകരിക്കാൻ നിർബന്ധിതരാകുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണേണ്ടത്. പാർലമെൻറ്റ് പാസ്സാക്കി അത് നടപ്പാക്കാൻ കമ്മീഷണറേറ്റുകൾ വച്ചു. ഗവൺമെൻറ് അത് നടപ്പാക്കാൻ ഗവൺമെൻറ് ഡയറക്ഷൻ കൊടുക്കുന്നു. എന്നിട്ട് പോലും ഇത് നടപ്പാക്കാതെ വന്നപ്പോഴാണ് നമ്മളെപ്പോലുള്ള സംഘടനകൾ നീതി പീഠത്തെ സമീപിക്കുകയും അതിന് വേണ്ടിയുള്ള നടപടികൾ ഇപ്പോൾ വളരെ അനുകൂലമായ രീതിയിൽ വന്നുകൊണ്ടിരിക്കുകയും ചെയ്ത് നിർബന്ധിതമാവുകയും ചെയ്യുകയാണ്. ഇത് ഏകപക്ഷീയമായി വന്നിട്ടതല്ല. നമുക്കെതിരെ ഇത്തരത്തിലുള്ള പണച്ചാക്കുകൾ, വലിയ മാനേജ്മെൻറ്റ് പണച്ചാക്കുകളൊക്കെ നമുക്കെതിരെ നിയമപരമായിട്ട് അവർ വലിയ അഡ്വക്കേറ്റ്സിനൊക്കെ വിളിച്ചുകൊണ്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രമുഖരായിട്ട് അഡ്വക്കേറ്റ്സിനൊക്കെ വെച്ചുകൊണ്ടാണ് നമുക്കെതിരെ അവർ അപ്പിയർ ചെയ്തത്. അതേസമയം നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്, നമ്മൾ കാഴ്ചയില്ലാത്തവരോട് മാത്രമായിട്ടുള്ള വ്യക്തികളാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ നീതിയാണുള്ളത്, പണമല്ല നീതിയാണുള്ളത്. അപ്പോൾ നമ്മൾ സഹായിക്കാൻ ഒരു നീതിബോധമുള്ള ഒരു അഡ്വക്കേറ്റിനെയും കിട്ടി. അദ്ദേഹത്തിനുള്ള ആ രീതിയിൽ മാത്രമേ നമുക്ക് അദ്ദേഹത്തിനെ സഹായിക്കാൻ കഴിയുള്ളൂ. എന്നാൽ പോലും നീതി എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമാണ് എന്നുള്ളതിന് തെളിവാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ ശക്തിയെ, ഒരു വലിയ സാമുദായിക ഒക്കെ പിമ്പലമുള്ള ശക്തികളെ നമ്മൾ തളച്ചുകൊണ്ട് നമ്മളെ നീതി നടപ്പാക്കാൻ വേണ്ടിയുള്ള പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും നടക്കുന്നുണ്ട്, അവസാനിച്ചില്ല. ഒരു കേസ് വിജയിച്ചു കഴിഞ്ഞാൽ വേറെ രീതിയിൽ വ്യാഖ്യാനിക്കുന്നു. പക്ഷേ അതേസമയം ഗവൺമെൻറ് നിർബന്ധിതമായിരിക്കുന്നു. ഇപ്പോൾ അതിനൊരു സമിതി രൂപീകരിച്ചിരിക്കുന്നു. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കീഴിൽ സംസ്ഥാന സമിതിയും അതിൻ്റെ കീഴിലായിട്ട് ജില്ലാ സമിതി, ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ, അതിൻ്റെ കീഴിൽ അതിൻ്റെ തുടർ നടപടിയായി ഹൈസ്കൂളുകളിലൊക്കെ ഇത്തരം നിയമനം നടത്തുന്നതിന് DEO, ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ, ഈ LP UP തലങ്ങളിൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ, ഈ ക്രമത്തിൽ ഈ നടപടിക്രമങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി സമിതി രൂപീകരിക്കും. അവർ ഇനി നിയമനം നടത്തുക, അത് എയ്ഡഡ് സ്കൂളിൻ്റെ നിയമനം ഇനി മാനേജ്മെൻറ്റെല്ലാം നടത്തുക. ഭിന്നശേഷി നിയമനം നടത്തുന്നത് ഈ സമിതികളായിരിക്കും. അതിൻ്റെ പ്രവർത്തനം ഈ 21-ാം തീയതി മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. ബാക്കി എല്ലാ പ്രവർത്തനങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ നിയമ പോരാട്ടത്തിൻ്റെ പരിണിതഫലമാണ്. ഇത്തരത്തിൽ ഇവിടെയുള്ള എല്ലാ കാര്യത്തിലും, ഇപ്പോൾ ഇവിടെ നമ്മുടെ നടക്കുന്ന പാതയിൽ പോലും ആക്സസ് നടത്തുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള നിയമ പോരാട്ടവും സമൂഹത്തിൻ്റെ പിന്തുണ ഉണ്ടായാൽ മാത്രമേ ഈ ആക്ട് പ്രാവർത്തികമാക്കുകയുള്ളൂ. ഈ ആക്ട് വളരെയധികം പരിരക്ഷയാണ് ഭിന്നശേഷി സമൂഹത്തിൽ നൽകുന്നത്. പക്ഷേ ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേജിലാകുമ്പോൾ ജനങ്ങളുടെ അവയർനെസ്, ഉദ്യോഗസ്ഥരുടെ അവയർനെസ്സൊക്കെ പ്രധാനമാണ്. അത് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. പല ആൾക്കാർക്കും ജോലി കിട്ടിയാൽ അവരെ നടപടിക്രമത്തിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ജോലിക്ക് വേണ്ടി പോകുമ്പോൾ നിങ്ങൾക്കിത് ചെയ്യാൻ കഴിയുമോ എന്ന് പോലും ചോദിക്കാൻ ധൈര്യപ്പെടുന്നുണ്ട്. പാവങ്ങൾക്ക് ഈ ആക്ട് അറിയില്ല. ആക്ട് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഉദ്യോഗാർത്ഥി ഈ ആക്ടിൻ്റെ ബേസിൽ അവർക്ക് പരാതി കൊടുത്താൽ അവർ ജോലി പോലും പോകും. അത്തരത്തിലുള്ള ഇതാണുള്ളത്. അപ്പോൾ ഈ തരത്തിലുള്ള അവയർനെസ് ഗവൺമെൻറ് തലത്തിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും നൽകണം എന്നാണ് ഇത് സംബന്ധിച്ച് പറയാനുള്ളത്. ഒരു ശ്രോതാവ് ചേരുന്നു. നമസ്കാരം, ഹലോ ആകാശവാണിയിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ. ഹലോ, പ്രകാശ് പറഞ്ഞോളൂ. എവിടുന്നാണ് വിളിക്കുന്നത് പ്രകാശ്? കുട്ടനാട്. കുട്ടനാട്, പറഞ്ഞോളൂ പ്രകാശ്. ഞാൻ 100% കാഴ്ചവെയിലുള്ള ആളാണ്. ഓക്കെ. 60 വയസ്സ് കഴിഞ്ഞു. ഓക്കെ. പഞ്ചായത്തിൽ നിന്നുള്ള ആനുകൂല്യങ്ങളെ കുറിച്ചൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. അതുപോലെ മറ്റൊന്നുമുണ്ട്. കേരള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡിൽ ഇതുവരെ അംഗമായിട്ടില്ല. അപ്പൊ അതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. ഓക്കെ. പഞ്ചായത്ത് പദ്ധതികളിൽ 5% ഭിന്നശേഷിക്കാർക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ നടത്തുന്ന സ്പെഷ്യൽ ഗ്രാമസഭയിൽ ആ പഞ്ചായത്തിലുള്ള ഭിന്നശേഷിക്കാരായിട്ടുള്ള ഗുണഭോക്താക്കളുടെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ പദ്ധതികൾ രൂപീകരിക്കേണ്ടത്. അത് ആക്റ്റിൽ തന്നെ പറയുന്നുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പദ്ധതികൾ രൂപീകരിക്കുമ്പോൾ ആ സ്ഥാപനത്തിൽ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ഭിന്നശേഷിക്കാരുടെ ആവശ്യങ്ങൾ, ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട്
ഒരാൾക്ക് കമ്പ്യൂട്ടറാണ് ആവശ്യം, അത് അവിടെ ആ പദ്ധതിയിൽ ഉൾപ്പെടുത്തണം. വേറെ ആൾക്ക് തട്ടുകടയാണ് ആവശ്യം. എന്താണോ ആവശ്യം ആ ആവശ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ടുള്ള പദ്ധതികളാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ സ്പെഷ്യൽ ഗ്രാമസഭയിൽ പോവുകയും അതേസമയം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യം എന്താണെന്ന് പ്രത്യേകമായിട്ട് അവിടെ അവതരിപ്പിക്കുകയും പഞ്ചായത്ത് സെക്രട്ടറിക്ക് അതിന് വേണ്ട പ്രപ്പോസൽ കൊടുക്കുകയും അപേക്ഷ കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പദ്ധതിയിൽ നിങ്ങൾക്ക് വേണ്ട സഹായം ചെയ്യും. അങ്ങനെ പലർക്കും പല സഹായങ്ങൾ കിട്ടുന്നുണ്ട്. ഇൻ കേസ് ആരെങ്കിലും സഹായം തന്നിട്ടില്ലെങ്കിൽ അതിന് നിങ്ങൾക്ക് പരാതിപ്പെടാനുള്ള അതോറിറ്റിയാണ് ഭിന്നശേഷി കമ്മീഷണറേറ്റ്. അവിടെ അതായത് ഞാൻ നേരത്തെ പറഞ്ഞ നമ്പർ മുഖേന ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹമാണ് ഈ ആക്ട് അനുസരിച്ചുള്ള കാര്യങ്ങൾ നടപ്പാക്കേണ്ടത്. അപ്പോൾ അവിടെ പറഞ്ഞാൽ ഈ കാര്യങ്ങൾ ധരിപ്പിക്കുകയും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടതാണ്. പിന്നെ നിങ്ങൾക്ക് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് കാഴ്ചയില്ലാത്തവരുടെ ഒരു സാമൂഹ്യ മുന്നേറ്റ കൂട്ടായ്മയാണ്. അതിൽ നിങ്ങൾക്ക് 100% കാഴ്ച പരിമിതി ഉണ്ടെങ്കിൽ കുട്ടനാട് ഏത് ജില്ലയാണ്? ആലപ്പുഴ. ആലപ്പുഴ ജില്ലയിലെ ഇതിൻ്റെ നമുക്ക് കമ്മിറ്റിയുണ്ട്. അപ്പോൾ അതിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ അതിൻ്റെ ഒരു ഫോം തരും. അതിൽ സൈൻ ചെയ്തിട്ട് ചെയ്യണം. ഇപ്പോൾ അതിൻ്റെ സമയം കഴിഞ്ഞു. കാരണം ഓരോ വർഷം അതിന് ടൈമുണ്ട്. അത് കഴിഞ്ഞ ദിവസത്തോട് കഴിഞ്ഞ് നിങ്ങൾക്ക് വേണമെങ്കിൽ അടുത്ത മാസങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് പിന്നെ വിളിക്കാം. അപ്പോൾ നമ്മുടെ ഈ ജനറൽ ബോഡി സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏതായാലും എൻ്റെ നമ്പർ നോട്ട് ചെയ്തോളൂ. അപ്പോൾ ഒരു ജനുവരിയിലൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമായിട്ട് എൻ്റെ നമ്പർ 8547 85 47 32 68 05. 85 47 32 68 05. വളരെ നന്ദി ആകാശവാണിയിലേക്ക് വിളിച്ചതിന്. നമ്മൾ നാഷണൽ ഹാൻഡിക്യാപ്ഡ് ഫിനാൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ പോലുള്ള സ്ഥാപനങ്ങൾ ഭിന്നശേഷിയുള്ള ആൾക്കാർക്ക് സംരംഭകത്വത്തിന് വേണ്ട വായ്പകളൊക്കെ നൽകുന്നുണ്ട്. അതിൻ്റെ ഒരു അത്തരം സേവനങ്ങളെക്കുറിച്ച്, അതായത് നാഷണൽ NHFDC എന്ന ആ സംവിധാനത്തിൻ്റെ സഹായം ലഭിക്കുന്നത് ഹാൻഡിക്യാപ്ഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ പൂജപ്പുരയിലാണ്. അപ്പോൾ അവർ നിരവധി പദ്ധതികളുണ്ട്. അപ്പോൾ അത് സംബന്ധിച്ചുള്ള പിന്നെ കാര്യങ്ങൾ ബന്ധപ്പെട്ട നമ്മുടെ പൂജപ്പുരയിലുള്ള പിന്നെ ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷനിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ അവിടുത്തെ നമ്പർ പറയാം: 0471 234 7768. ഇതിൽ വിളിച്ചു കഴിഞ്ഞാൽ അവിടെ എന്തെല്ലാം പദ്ധതികളാണുള്ളതെന്ന് അറിയാൻ പറ്റും. 0471 23 47 768 പൂജപ്പുര. ഈ ഒരു സ്ഥാപനം വഴിയാണ് ഇത്തരത്തിലുള്ള സഹായങ്ങൾ ചെയ്യുക. അപ്പോൾ നിരവധി പദ്ധതികളുണ്ട്. അപ്പോൾ നമ്മുടെ എന്താണ് നമ്മുടെ പ്രോജക്റ്റ്, ആ പ്രോജക്റ്റിൻ്റെ ബേസിൽ സമർപ്പിക്കേണ്ടത് അവർ സ്പെസിഫിക് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോമുണ്ട്. അത് വെച്ച് ചെയ്യാവുന്നതാണ്, ലോൺ കിട്ടുന്നതാണ്. പിന്നെ ഒരിക്കൽ കൂടി പറയാം: 0471 234 7768. ഓക്കെ. ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നു. നമസ്കാരം, ഹലോ ആകാശവാണിയിലേക്ക് സ്വാഗതം. ഹലോ, നമസ്കാരം. പേര് പറഞ്ഞോളൂ. ഞാൻ സുരേന്ദ്രൻ, പന്തലക്കോട്. ഹലോ, നമസ്കാരം, പറഞ്ഞോളൂ. ഞാൻ വിളിച്ചതേ ഈ UDID കാർഡ് റെയിൽവേക്കും ട്രാൻസ്പോർട്ട് എല്ലാ ആവശ്യങ്ങൾക്കും UDID ഉപയോഗിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കാത്തതാണ്. അതായത് UDID കാർഡ് ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് നിർബന്ധമാക്കിയിട്ടുണ്ട്. അത് സ്റ്റേറ്റിലും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിനു വേണ്ടിയുള്ള ക്യാമ്പുകൾ, അദാലത്തുകൾ സാമൂഹ്യനീതി വകുപ്പിൻ്റെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ അടുത്തുള്ള അംഗനവാടി ടീച്ചേഴ്സുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നടപടിക്രമങ്ങൾ ചെയ്യിപ്പിക്കുക. അക്ഷയ മുഖേനയാണ് അത് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങൾ അടുത്തുള്ള അംഗനവാടിയുമായി ബന്ധപ്പെട്ട് ചെയ്യാവുന്നതാണ്. ഈ കാര്യം നിയമമായി കഴിഞ്ഞാൽ പിന്നെ അംഗനവാടിയും അക്ഷയൊന്നും വേണ്ടല്ലോ. ഈ കാർഡ് കാണിച്ചാലേ അവരെ അംഗീകരിക്കണ്ടേ? അല്ല, കാർഡ് നിലവിലുണ്ടോ നിങ്ങൾക്ക്? ഉണ്ട്. എന്താണ് ഇപ്പോൾ സംശയം? കാർഡ് ഇല്ലാത്തതാണോ? കാർഡ് ഉണ്ട്. ഈ റെയിൽവേയിലൊക്കെ UDID കാർഡ് കാണിച്ചാൽ അവരെ അംഗീകരിക്കണ്ടേ എന്നാണ് ഞാൻ ചോദിച്ചത്. അത് വേണ്ടല്ലോ. ഓക്കെ പറയാം. അപ്പം അതായത് യൂണിക് ഐഡൻറ്റിഫിക്കേഷൻ കാർഡ് ദേശീയ തലത്തിൽ 100% പ്രാവർത്തികമാക്കിയാൽ മാത്രമേ ഗവൺമെൻറ്റിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മറ്റൊരു പാസ് ഒന്നും വേണ്ട എന്നുള്ളതിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ അത് പൂർത്തിയാക്കുന്ന പ്രക്രിയയാണ്. അപ്പോൾ അത് ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അത് ഗവൺമെൻറ്
പറഞ്ഞോളൂ. ഗവൺമെന്റ് 100% ഓർഡർ ആക്കിയിട്ടില്ലേ ഇതുവരെ? ഗവൺമെൻറ് ആ കാര്യങ്ങൾ ചെയ്യാനുള്ള നടപടിക്രമത്തിലാണെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ആയിട്ടില്ല. ഇത് ചെയ്യേണ്ടത് സെൻട്രൽ ഗവൺമെൻറ്റാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റും ചെയ്യണം. സ്റ്റേറ്റ് ആനുകൂല്യത്തിന് വേണ്ടിയുള്ള പാസിന് വേണ്ടി സ്റ്റേറ്റ് ഗവൺമെൻറ്റും ചെയ്യേണ്ടതാണ്. അത് നമ്മൾ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് ആ കാര്യം മറ്റ് ചില സ്റ്റേറ്റുകളിൽ അത് ഉപയോഗിക്കുന്നത് ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. അപ്പോൾ ഇത് സംബന്ധിച്ച് അറിയാൻ കഴിഞ്ഞത് ഇത്രയാണ്. കാരണം 100% എല്ലാവർക്കും ഇത് കിട്ടിയെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി എല്ലാ ഗ്രാമങ്ങളിലും ഇനിയും UDID കാർഡ് കിട്ടാത്തവർക്ക് കിട്ടാനുള്ള അദാലത്തുകളും ക്യാമ്പുകളും സാമൂഹ്യനീതി വകുപ്പിൻ്റെ കീഴിൽ സംഘടിപ്പിക്കാനുള്ള കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിൻ്റെ സംവിധാനം ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ നടത്തി വരുന്നത് സാമൂഹ്യനീതി വകുപ്പിൻ്റെ സഹായത്തോടു കൂടി. അതാണ്. അപ്പോൾ ഏതായാലും ഇത്രയും കാര്യങ്ങൾ പ്രാവർത്തികമാകുന്നതോടെ നമുക്ക് ഉടൻ തന്നെ നമുക്കിത് പ്രതീക്ഷിക്കാം. ഓക്കെ, ചോദിച്ചോളൂ. ഈ 100% ബ്ലൈൻഡ്നെസ് ഉള്ളവർക്ക് മാത്രമേ ഫെഡറേഷനിൽ മെമ്പർഷിപ്പ്? അങ്ങനെയല്ല. അതായത് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ആക്ട് അനുസരിച്ച് ഇപ്പോൾ ഒരു അതാത് സാഹചര്യങ്ങൾക്കനുസരിച്ച് ഉത്തരവുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പോൾ പുതിയ ഉത്തരവ് അനുസരിച്ച് 90% ശേഷമാണ് ബ്ലൈൻഡ് എന്ന് പറഞ്ഞ കാറ്റഗറി വരാൻ പറ്റുള്ളൂ. അതായത് 3/60 ആണ് അതിൻ്റെ അളവ്. അപ്പോൾ നമ്മൾ ബ്ലൈൻഡ് എന്ന വാക്ക് ഉപയോഗിക്കണമെങ്കിൽ 80% അതിൽ കൂടുതലുള്ളവരാണ് ബ്ലൈൻഡ് കാറ്റഗറിയിൽ വരുന്നത്. അപ്പോൾ കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് ആ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ആ ഡയറക്ഷൻ അനുസരിച്ചാണ് ജനറൽ ബോഡി ഇത്തരത്തിലുള്ളൊരു അത് വച്ചിട്ടുള്ളത്. ഓക്കെ. അതെ, കോട്ടയം ജില്ലയിൽ ഒരു പാർട്ടി 80% ആണ്. ഞാൻ അവർക്ക് വേണ്ടി നന്നേ ശ്രമിച്ചു, പക്ഷേ അവർക്ക് മെമ്പർഷിപ്പ് കൊടുക്കുന്നില്ല. അപ്പോൾ ഈ കാര്യങ്ങൾ ഒന്നുകൂടി എൻ്റെ അടുത്തേക്കൊക്കെ ഞാനത് ബന്ധപ്പെടാം. കോട്ടയം ജില്ലാ സെക്രട്ടറി. നമ്മുടെ സമയപരിമിതി ഉണ്ട്. വളരെ നന്ദി ഹലോ ആകാശവാണിയിലേക്ക് വിളിച്ചതിന്. നമ്മുടെ സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ളൊരു മനോഭാവം ഈ വിഷയത്തിൽ മാറേണ്ടതുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന 2016 ഭിന്നശേഷി അവകാശ സംരക്ഷണ നിയമത്തിൽ പോലും ഇത്തരത്തിൽ ആളുകളെ കളിയാക്കുക, ആ ഒരു വിഭാഗത്തെ അപമാനിക്കുക, അത്തരത്തിലുള്ള ശിക്ഷാ നടപടികൾ പോലും ഇതിൽ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ് 678 പ്രകാരം ഇവർക്കെതിരെയുള്ള വിവേചനം, ചൂഷണം, അതുപോലെ കുറ്റകൃത്യങ്ങൾ, അക്രമം, ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം. അത് ബന്ധപ്പെട്ട മജിസ്ട്രേറ്റിന് ഡിസബിലിറ്റി കമ്മീഷണർ റിപ്പോർട്ട് ചെയ്യുകയും കുറ്റകൃത്യങ്ങൾക്കെതിരെയുള്ള ആരാണോ കുറ്റം ചെയ്ത ആൾക്കെതിരെ ആക്ഷൻ എടുക്കുകയും ചെയ്യണമെന്നുള്ളതാണ്. അതിൽ പറഞ്ഞിട്ടുള്ളത് പ്രധാനമായിട്ടും 5 ലക്ഷം രൂപയും 2 വർഷത്തെ തടവുമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത്രയ്ക്കും കർശനമായിട്ടുള്ള വ്യവസ്ഥയാണ് ഈ ആക്റ്റിൽ ഉള്ളത്. അപ്പോൾ പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇത് പ്രാക്ടിക്കൽ ലെവലിൽ വരുമ്പോൾ പലപ്പോഴും പലരും ഭയപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഏത് കേസിലും അങ്ങനെയാണല്ലോ. ഈ കേസ് പരാതി കൊടുക്കുന്നവൻ അവസാനം പ്രതിയായി മാറുന്നു. ആ രീതിയിലാണത്. അപ്പോൾ നമുക്ക് വനിതകളുടെ കേസൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പിന്നെ അവരെല്ലാം കോടതിയിൽ ഇങ്ങനെ കയറി ഇറങ്ങുന്നുണ്ട് വരും. അങ്ങനെ ഹറാസ്മെൻറ്റ് നടന്നതിൻ്റെ കാര്യമൊക്കെ. അപ്പോൾ കോടതിയിൽ കയറി പോകേണ്ട അവസ്ഥയാണ്. അപ്പോൾ പലപ്പോഴും നമ്മുടെ വ്യക്തികൾ എന്ത് ചെയ്യും, മടുപ്പ് കാണിക്കും. ഈ മടുപ്പ് കാണിക്കും എന്നുള്ള ഈ കുറ്റവാളികൾക്ക് അറിയാം. അതൊരു വലിയൊരു വിഷയമാണ്. അപ്പോൾ ഇതിന് പരിഹാരം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള നൂലാമാലകളില്ലാതെ തന്നെ സഡൻ ആക്ഷൻ നടത്തുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട അധികാരികൾ ശ്രമിക്കുക എന്നുള്ളതാണ്. അതായത് ഇത് വളരെ ദുർബലരായ വ്യക്തികളോടെ ഇതിങ്ങനെ പറയുള്ളവർ. ഈ ഓരോരുത്തർക്കും ഓരോ സ്പെഷ്യൽ ഇൻട്രസ്റ്റുകളുണ്ടാകും. കാരണം ചിലപ്പോൾ ഇവിടെ വഴിയുടെ കാര്യം പറഞ്ഞു, ആ വഴി ശരിക്കും വെട്ടിക്കഴിഞ്ഞാൽ അവരുടെ സ്ഥലത്തിന് വേറെ എന്തെങ്കിലും ഉണ്ടാവും, പ്രശ്നങ്ങളുണ്ടാകും. അല്ലെങ്കിൽ അപ്പുറത്തുള്ള 2 സ്ഥലവും നഷ്ടപ്പെടും എന്നൊക്കെയുള്ള ഒരു ഇതുണ്ടല്ലോ. നമ്മുടെ ഒരു സെൽഫിഷ്നെസ് എന്നുള്ള ഒരു ബോധം, ഒത്തര മനോഭാവമുണ്ട് നമുക്ക്. അതിപ്പോൾ നമ്മുടെ ഭിന്നശേഷി മേഖല മൊത്തത്തിലുള്ളതാണ്. അപ്പോൾ അത് ഭിന്നശേഷിക്കാരാകുമ്പോൾ കൂടുതൽ ഇവരെ കൊണ്ട് നമുക്കൊരു പ്രയോജനം ഇല്ല എന്നുള്ള തോന്നുകൊണ്ട് നമ്മളോട് കൂടുതൽ അത് കാണിക്കുന്നു എന്ന് മാത്രം. ആ ഒരു മനോഭാവത്തെ മാറ്റുന്നതിന് വേണ്ടി നമുക്ക് ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണം. അതിന് പരാതികൾ നൽകേണ്ടതുണ്ട്. നമ്മുടെ പരിപാടി അതിൻ്റെ ഒരു സമയ പരിമിതിയിലേക്ക് പോവുകയാണ്. നമ്മൾ നീതി നിഷേധം എന്നുള്ള വാക്കാണ് ഇതിന് തുടക്കത്തിൽ ഉപയോഗിച്ചത്. ഒരുപാട് നീതി നിഷേധിക്കപ്പെട്ട ഒരുപാട് ആൾക്കാരുടെ ശബ്ദം ഈ പരിപാടിയിലൂടെ നമ്മൾ കേട്ടു. തീർച്ചയായും താങ്കളുടെ വാക്കുകൾ അവർക്ക് വലിയ ഊർജ്ജം നൽകിയിട്ടുണ്ട്. കൂടുതലും കാഴ്ച പരിമിതിയുള്ളവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. നമ്മൾ ഭിന്നശേഷി എന്നാണ് ഇത് തുടങ്ങിയതെങ്കിലും അത്തരം വിഷയങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് എത്തിയത്. ശ്രോതാക്കൾ സ്വാഭാവികമായിട്ടും നമ്മളോട് ചോദിച്ചത് കാഴ്ചപരിമിതരായതുകൊണ്ടാണ് അത്രയും വന്നത്. അതായത് നമ്മുടെ വിഷയത്തിൽ ഈ കാര്യം എല്ലാം പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും ഈ പരിപാടിയിൽ പങ്കെടുത്ത് ഞങ്ങളുടെ ശ്രോതാക്കളുടെ അവർക്ക് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകിയതിന് നന്ദി. പ്രിയ ശ്രോതാക്കൾ, ഇന്ന് ഈ പരിപാടിയിൽ നമ്മളോട് അതിഥിയായി പങ്കെടുത്തത് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ KM അബ്ദുൽ ഹക്കീമാണ്. നന്ദി, നമസ്കാരം.
ഭിന്നശേഷി വിഭാഗക്കാർ നേരിടുന്ന നീതിനിഷേധങ്ങളും പ്രയാസങ്ങളും പരിഹരിക്കുന്ന നടപടിക്രമങ്ങളും. ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് ജനറൽ സെക്രട്ടറി അബ്ദുൽ ഹക്കീം KM മറുപടി നൽകിയ ഹലോ ആകാശവാണി ഫോൺ ഇൻ പരിപാടിയുടെ ശബ്ദലേഖനമാണ് ഇതുവരെ കേട്ടത്. അതിഥിയോട് സംസാരിച്ചത് MK ദിലീപ്.